നാം ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. ನಾವು ಈ ಒಂದು ಸಮಯಕ್ಕೋಸ್ಕರವಾಗಿ ಆರಿಸಿಕೊಂಡಂತ ಭಾಗ ರೋಮಾಪುರದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 12ನೇ ಅಧ್ಯಾಯದ 11ನೇ ವಚನ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ. ಜಾಗ್ರತೆ ಬೇಕಾದಲ್ಲಿ ಆಲಸ್ಯವಾಗಿರದೆ ഉല്ലാസದಿಂದ ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡುವವರಾಗಿರಿ. അതിന്റെ അവസാനത്തെ പദത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ ಸೇವಿക്കുക. ಅದರ ಕೊನೆಯ ಒಂದು ಪದಪ್ರಯೋಗಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ. ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಒಂದು ವೇಳೆ ಆ ಪದಪ್ರಯೋಗ ಇಲ್ಲ. ആത്മದಲ್ಲಿ ഉരിയുವಂತവരാಗಿ കർത്തന സേവಯನ್ನು ಮಾಡುವವರಾಗಿರಿ. അതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്കാണിത്. ബി ഫെർവെന്റ് ഇൻ സ്പിരിറ്റ് ആൻഡ് സെർവ് ദ ലോർഡ്. ಇಲ್ಲಿ ನಾವು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ആത്മನಲ್ಲಿ ഉല്ലാസമുള്ളവരാಗಿ കർത്തന സേവಯನ್ನು ಮಾಡುವವರಾಗಿರಿ. ഒന്നാമത്തെ സെഷനിൽ നാം മനസ്സിലാക്കി ഒന്നിച്ച് നാം പഠിച്ചത് സമർപ്പണത്തോടെ കർത്താവിനെ സേവിക്കുക. ಮೊದಲನೇ ಸಂದೇಶದಲ್ಲಿ ನಾವು ಒಟ್ಟಾಗಿ ಕಲಿತಂತದ್ದು ಸಮರ್ಪಣೆಯೊಂದಿಗೆ ದೇವರ ಸೇವೆಯನ್ನು ಮಾಡಿರಿ. നമ്മുടെ ശരീരത്തെ കർത്താവിനായി സമർപ്പിക്കുക. ನಮ್ಮ ಶರೀರವನ್ನು ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ಸಮರ್ಪಿಸಬೇಕು. നമ്മുടെ മനസ്സിനെ കർത്താവിനായി സമർപ്പിക്കുക. ನಮ್ಮ ಮನಸ್ಸನ್ನು ಕರ್ತನಿಗಾಗಿ ಸಮರ್ಪಿಸಬೇಕು. നമ്മുടെ ഹിതത്തെ കർത്താവിനായി സമർപ്പിക്കുക. ನಮ್ಮ ചിತ್ತವನ್ನು ಕರ್ತನಿಗಾಗಿ ಸಮರ್ಪಿಸಬೇಕು. സമർപ്പണത്തോടെ കർത്താവിനെ സേവിക്കുക. കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ സേവിക്കുക. ಕರ್ತನನ್ನು ಸಮರ್ಪಣೆಯಿಂದ ಸೇವಿಸಿರಿ ಅಂದ್ರೆ ಕರ್ತನನ್ನು ಸೇವಿಸಿರಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ಕರ್ತನ ದೇಹವನ್ನು ಸೇವಿಸಿರಿ. രണ്ടാമത് നാം ഒരുമിച്ച് മനസ്സിലാക്കിയത് കൃപാവരത്തോടുകൂടെ കർത്താവിനെ സേവിക്കുക. ಎರಡನೇದಾಗಿ ನಾವು ಧ್ಯಾನ ಮಾಡಿದಂತಹ ವಿಷಯ ಕೃಪಾವರದಿಂದ ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡಿರಿ. കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ട് ദൈവം കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളാണ് കൃപാവരം എന്ന് പറയുന്നത്. ಕರ್ತನ ದೇಹದ ಶರೀರವೆಂಬಂತಹ ಸಭೆಗೆ ಆ ಒಂದು ಅದರ ಅಭಿವೃದ್ಧಿಗೋಸ್ಕರವಾಗಿ ನಾವು ದುಡಿಯಲಿಕ್ಕೆ ಕರ್ತನು കൃപാവരങ്ങളെಂಬಂತದನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. ಅದಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ನಾವು ಸೇವೆ ಮಾಡುವವರಾಗಿರಬೇಕು. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നാം നിറവേറ്റുന്നു. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಿರುವಂತಹ ಕೃಪಾವರಗಳು ಯಾವುವು ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಂಡು ಸೇವೆಯನ್ನು ಮಾಡುವಾಗ ಕರ್ತನ ಒಂದು ಚಿತ್ತವು ಸಂಪೂರ್ಣವಾಗಿ ನೆರವೇರುವಂತದ್ದಾಗಿದೆ. മൂന്നാമത് നാം ഇന്ന് രാവിലെയുള്ള സെഷനിൽ നാം ഒരുമിച്ച് മനസ്സിലാക്കിയത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കണം. ಮೂರನೇದಾಗಿ ಮುಂಜಾನೆ ವೇಳೆಯಲ್ಲಿ ನಾವು ಧ್ಯಾನ ಮಾಡುತ್ತಾ ಬಂದಂತದ್ದು ಜಾಗ್ರತೆಯಲ್ಲಿ ആലസ്യരാകരുത് കർത്തന സേവಯನ್ನು ಮಾಡುವವರಾಗಿರಿ. നമ്മെ ഉത്സാഹത്തിൽ മടുപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ನಮ್ಮನ್ನು ಉತ್ಸಾಹದಲ್ಲಿ ಅಥವಾ ಜಾಗ್ರತೆಯಲ್ಲಿ ಆಲಸ್ಯವಾಗಿ ಮಾಡುವಂತಹ 3 ವಿಷಯಗಳನ್ನು ನೋಡಿದ್ದೇವೆ. അതാണ് നാം മനസ്സിലാക്കിയത്. കഷ്ടത, പട്ടിണി, ഉപദ്രവം. ಅದೇ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡಂತದ್ದು ಕಷ್ಟಗಳು, ಉಪವಾಸ ಮತ್ತು ಉಪದ್ರವಗಳು. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. ആത്മನಲ್ಲಿ ഉരിയുള്ളവരാಗಿ ಕರ್ತನನ್ನು ಸೇವಿಸಿರಿ. ഈ 4 വിഷയങ്ങളും ഞാൻ നമ്മുടെ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ല. റോമാലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ಈ 4 ಅಂಶಗಳು ನಮ್ಮ ಮನಸ್ಸಿನಿಂದ ಹೇಳಿದಂತದ್ದಲ್ಲ. ಈ ವಿಷಯಗಳು ರೋಮಾಪುರದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿವೆ. പ്രാരംഭമായ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ಪ್ರಾರಂಭದಲ್ಲಿ ಒಂದು ವಿಷಯವನ್ನು ಹೇಳುವುದಕ್ಕೆ ನಾನು ಆಶಿಸುತ್ತೇನೆ. കർത്തദാസൻ ജോൺ ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കന്നഡയിലായിരുന്നെങ്കിലും അതിന്റെ ഒരു ആശയമൊക്കെ എനിക്ക് പിടികിട്ടി. ಕರ್ತನ ಸೇವಕರಾದಂತಹ ಸಹೋದರ ಜಾನ್ ಫಿಲಿಪ್ ಅವರು ಕನ್ನಡದಲ್ಲಿ ಹೇಳಿದಾಗ್ಯೂ ಸಹ ಅದರ ಒಂದು ಉದ್ದೇಶ ನನಗೆ ಅರ್ಥವಾಯಿತು. ഞാൻ അല്പം സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത് എന്ന് നിങ്ങളോട് പറയുകയുണ്ടായി. ಇಲ್ಲಿ ನಾನು ಸ್ವಲ್ಪ ಮೃದುವಾಗಿ ಮಾತನಾಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಅವರು ನಿಮ್ಮ ಹತ್ರ ಹೇಳುತ್ತಾ ಇದ್ರು. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഞങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് ചില ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കണം. ನನ್ನ ಪ್ರಿಯರೇ, ನಾವು ಇಲ್ಲಿಗೆ ಬಂದಂತದ್ದು ನಾವು ನಮ್ಮ ಬರುವಂತ ವಿಷಯ ನಿಮಗೆ ಕೆಲವು ಆತ್ಮೀಕ ಆಶೀರ್ವಾದಗಳು ಸಿಗಬೇಕೆಂಬುದಾಗಿ. നിങ്ങളാണ് ഈ വയൽ പ്രദേശത്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. ನೀವೇ ಈ ಒಂದು ಹೊಲದಲ್ಲಿ ಕಷ್ಟಪಟ್ಟು ದುಡಿಯುವಂತವರು. ഞങ്ങൾ ദൂരെ നിന്ന് കടന്നു വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അതിന് വലിയ നിങ്ങളെ ശാസിച്ചിട്ട് പോയാൽ അതിന് വലിയ പ്രയോജനമില്ല. ಒಂದು ವೇಳೆ ನಾವೇನೋ ಇಲ್ಲಿಗೆ ಬಂದು ಏನೋ ಹೇಳಿ ಹೋದ್ರೆ ಅಥವಾ ನಿಮ್ಮನ್ನು ಶಾಪಿಸಿ ಹೋದ್ರೆ ಅದರಿಂದ ಯಾವ ದೊಡ್ಡ ಪ್ರಯೋಜನವೂ ಆಗುವುದಿಲ್ಲ. നിങ്ങൾക്ക് കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കണം. ಕರ್ತನು ಆ ಒಂದು ನಮಗೆ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ಆಶೀರ್ವಾದಗಳು ನಮ್ಮ ಮುಖಾಂತರವಾಗಿ ನಿಮಗೂ
ಸಿಗಬೇಕು. നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കണം. ನಿಮ್ಮ ಜೊತೆಗಿರುವಂತ ಅನ್ಯೋನ್ಯತೆಯನ್ನು ನಾವು ಅನುಭವಿಸಬೇಕು. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ನಿಮ್ಮ ಸೇವೆಯಲ್ಲಿ ನಿಮ್ಮನ್ನು ಪ್ರೋತ್ಸಾಹಿಸಬೇಕು. അതാണ് ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം. ಅದುವೇ ನಾವು ಬಂದಂತರದರ ಉದ್ದೇಶ. എന്നാൽ കർത്തദാസൻ ജോസ് മാത്യൂസ് അങ്കിളിന് കൂടുതൽ അധികാരങ്ങളുണ്ട്. ಆದ್ರೆ ಕರ್ತನ ಸೇವಕರಾದಂತಹ ಜೋಸ್ ಮ್ಯಾಥ್ಯೂ ಅಂಕಲ್ ಅವರಿಗೆ ಇದಕ್ಕಿಂತ ಹೆಚ್ಚಾದಂತ ಅಧಿಕಾರ ಇದೆ. കാരണം അദ്ദേഹം നിങ്ങളെ പോലെ ഈ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന പൂർണ്ണ സമയ വേലക്കാരനാണ്. ಯಾಕೆಂದ್ರೆ ಅವರು ಸಹ ನಿಮ್ಮ ಹಾಗೆ ಒಂದು ಆ ದೇವರ ಹೊಲದಲ್ಲಿ ಕೆಲಸ ಮಾಡುವಂತಹ ಪೂರ್ಣವಾದ ಸೇವಕರಾಗಿದ್ದಾರೆ. അധികം സമയമെടുക്കാതെ ഞാൻ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ನಾನು ಹೆಚ್ಚು ಸಮಯವನ್ನು ತೆಗೆದುಕೊಳ್ಳದೆ ನನ್ನ ಪ್ರಾಮುಖ್ಯವಾದಂತಹ ವಿಷಯಕ್ಕೆ ನಾನು ಬರುತ್ತೇನೆ. പ്രിയ കത്ത് സഹോദരനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ബി ഫെർവന്റ് ഇൻ സ്പിരിറ്റ് ആൻഡ് സെർവ് ദ ലോർഡ് എന്ന ട്രാൻസ്ലേഷനിൽ ഇതിലില്ല എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതെ, ಆ ಒಂದು ಆತ್ಮದಲ್ಲಿ ಉರಿಯುಳ್ಳವರಾಗಿ ಅಥವಾ ಆತ್ಮದಲ್ಲಿ ಉತ್ತೇಜಿತರಾಗಿ ಸೇವೆ ಮಾಡಿರಿ ಎಂಬಂತಹ ಪದ ಪ್ರಯೋಗ ನಮ್ಮ ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಇಲ್ಲ. വേദപുസ്തകം നാം പഠിക്കുന്നത് നാം ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വെച്ചല്ല. ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯುವಂತದ್ದು ನಾವು ಭಾಷಾಂತರ ಅಥವಾ ಕನ್ನಡ, ಇಂಗ್ಲಿಷ್, ಮಲಯಾಳಂ, ಹಿಂದಿ ಈ ರೀತಿಯಾದಂತಹ ಭಾಷಾಂತರಗಳನ್ನು ಇಟ್ಟುಕೊಂಡಲ್ಲ. നമുക്കറിയാം പുതിയ നിയമം സമ്പൂർണമായും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ನಮಗೆ ಗೊತ್ತಿರುವ ಹಾಗೆ ಹೊಸ ಒಡಂಬಡಿಕೆ ಸಂಪೂರ್ಣವಾಗಿ ಗ್ರೀಕ್ ಭಾಷೆಯಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പഴയ നിയമം ഇബ്രായ ഭാഷയിലും കുറച്ച് ഭാഗം അരാമ്യ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ಹಳೆ ಒಡಂಬಡಿಕೆಯು ಇಬ್ರಿಯ ಭಾಷೆಯಲ್ಲಿಯೂ ಸ್ವಲ್ಪ ಭಾಗ ಅರಾಮಿಕ್ ಭಾಷೆಯಲ್ಲಿಯೂ ಬರೆಯಲ್ಪಟ್ಟಿದೆ. നിങ്ങളൊക്കെ കർത്തദാസന്മാരായി ദൈവവചനം പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഹെർമന്യൂട്ടിക്സ് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ನೀವೆಲ್ಲರೂ ಕೂಡ ದೇವರ ದಾಸರಾಗಿದ್ದೀರಿ, ನೀವು ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ಸತ್ಯವೇದ ಕಲಿತಿರುತ್ತೀರಿ, ಅದರ ಹೆರ್ಮನ್ಯೂಟಿಕ್ಸ್ ಎಂಬುದಾಗಿ ನಾವು ಹೇಳುತ್ತೇವೆ. അതിലെ ഒന്നാമത്തെ റൂളുകൾ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില റൂളുകളിൽ ഒന്നാണ്, when you interpret the Bible you have to interpret based on the original language. ನಾವು ಅದರಲ್ಲಿರುವಂತಹ ಕೆಲವು ಪ್ರಾಮುಖ್ಯವಾದಂತಹ ವಿಷಯಗಳಲ್ಲಿ ನಾವು ಒಂದು ವಿಷಯವನ್ನು ನಾವು ನೋಡುವಾಗ, ನೀವು ದೇವರ ವಾಕ್ಯವನ್ನು ವ್ಯಾಖ್ಯಾನಿಸುವಂತಹ ಸಮಯದಲ್ಲಿ ಅದು ಬರೆದಂತಹ ಮೂಲ ಭಾಷೆಗೆ ಅನುಸಾರವಾಗಿ ನೀವು ಸತ್ಯವೇದವನ್ನು ವ್ಯಾಖ್ಯಾನಿಸಬೇಕು. അപ്പോൾ ആ മൂലഭാഷയിൽ ഈ ഫെർവന്റ് എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ജിയോ എന്നാണ്. അതിന്റെ അർത്ഥം ടു ബി ഹോട്ട്, ചൂടായിട്ടിരിക്കുന്ന കാര്യം, കത്തിയെരിയുന്ന. ಈ ಇಂಗ್ಲಿಷ್ ಭಾಷೆಯ ಫರ್ವೆಂಟ್ ಎಂಬುದಾಗಿರುವಂತಹ ಈ ಪದ ಪ್ರಯೋಗವನ್ನ ಆ ಒಂದು ಗ್ರೀಕ್ ಭಾಷೆಯಲ್ಲಿ ಜಿಯೋ ಎಂಬಂತಹ ಪದ ಪ್ರಯೋಗವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟಿದೆ. ಅದರ ಅರ್ಥ ನೀವು ಬಿಸಿಯಾಗಿ ಎಂಬುದಾಗಿ ಅದರ ಅರ್ಥ. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഭൂമി കത്തിയെരിയുമെന്ന്. ಅಲ್ಲಿ ಪೇತ್ರನು ತನ್ನ ಪತ್ರಿಕೆಯನ್ನು ಬರೆಯುವಂತಹ ಸಮಯದಲ್ಲಿ ಈ ಪದ ಪ್ರಯೋಗವನ್ನು ಉಪಯೋಗಿಸಿದ್ದಾನೆ, ಭೂಮಿಯು ಹೊತ್ತಿ ಉರಿಯುತ್ತದೆ. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയം എരിയണം. എരിയുക എന്ന് പറഞ്ഞാൽ കത്തി എരിയണം. ಅದೇ ರೀತಿಯಾಗಿ ಈ ಒಂದು ಪದ ಪ್ರಯೋಗ ಉಪಯೋಗಿಸಲ್ಪಟ್ಟಿರುವಾಗ ನಮ್ಮ ಹೃದಯವು ಹೊತ್ತಿ ಹುರಿಯುವಂತದ್ದಾಗಿರಬೇಕು. നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ಒಳ್ಳೆ ವಿಷಯಕ್ಕಾಗಿ. ആർക്കു വേണ്ടിയാണ്? ಯಾರಿಗೋಸ್ಕರವಾಗಿ? നമുക്കറിയാം കർത്താവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിനെ സേവിക്കണമെന്നാണ്. ನಾವು ನೋಡ್ತೇವೆ ಕರ್ತನನ್ನು ಸೇವಿಸುವವರಾಗಿದೆ. കർത്താവ് എന്നുള്ളതിനെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുരിയോസ് എന്നുള്ളതാണ്. ദ ലോർഡ് എന്നുള്ളത് കുരിയോസ് എന്നുള്ള വാക്കാണ്. ಕರ್ತನ್ ಎಂಬಂತಹ ಪದಕ್ಕೆ ಗ್ರೀಕ್ ಭಾಷೆಯಲ್ಲಿ ಉಪಯೋಗಿಸಲ್ಪಟ್ಟಂತಹ ಪದ ಪ್ರಯೋಗ ಕುರಿಯೋಸ್ ಎಂಬುದಾಗಿ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ಅದರ ಅರ್ಥ ಏನು ಗೊತ್ತಾ? സുപ്രീം അതോറിറ്റി, ಅತ್ಯುಚ್ಚವಾದಂತಹ ಅಧಿಕಾರ. കർത്താവ് എന്ന് പറഞ്ഞാൽ സുപ്രീം അതോറിറ്റി. കർത്തൻ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅತ್ಯುಚ್ಚವಾದಂತಹ ആ സുപ്രീം അതോറിറ്റിയാണ് സേവിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ಈ അത്യുಚ್ಚനാದಂತಹ അധികാരിಯನ್ನು ಸೇವಿಸುವವರಾಗಿರಿ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആ സെർവിംഗ് എന്നുള്ള വാക്കിന് ഡീലിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഡൂലോസ് എന്ന വാക്കം വന്നിരിക്കുന്നത്. സെർവന്റ്, അടിമ എന്ന വാക്കാണ്. ಆ ಸರ್ವಿಂಗ್ ಎನ್ನುವಂತಹ ಪದಕ್ಕೆ ಡೀಲಿಯೋ ಎಂಬಂತಹ ಅಥವಾ ಡೂಲೋಸ್ ಎಂಬಂತಹ ಪದ ಪ್ರಯೋಗದಿಂದ ಈ ಒಂದು ಸೇವೆ ಅಥವಾ ಅದರ ಅರ್ಥವೇನೆಂದ್ರೆ ಒಂದು ಗುಲಾಮ ಎಂಬಂತ ಅರ್ಥದಲ್ಲಿ ನೋಡುತ್ತೇವೆ. അപ്പൊ ആ മൂലഭാഷയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ സുപ്രീം അതോറിറ്റിയെ ഒരു അടിമയെ പോലെ എരിവോടെ സ്നേഹിക്കണം അല്ലെങ്കിൽ സേവിക്കണം. ನಾನು ಮೂಲ ಭಾಷೆಯಲ್ಲಿಯೇ ನಾನು ಹೇಳುವುದಾದ್ರೆ ಆ ಅತ್ಯುಚ್ಚನಾದಂತಹ ಅಧಿಕಾರಿಯನ್ನ ನೀನೊಬ್ಬ ದಾಸನಂತೆ ಉರಿಯುತ್ತಾ ಆತನಿಗೆ ಸೇವೆ ಮಾಡಬೇಕು. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുമ്പം പറയുന്നത് യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് അംഗീകരിക്കണം. ലോഡായിട്ട് ലോഡ്ഷിപ്പിന്റെ ഒരു പഠനത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ಆದ್ರಿಂದ ಕರ್ತನನ್ನು ರಕ್ಷಕನನ್ನಾಗಿ ಅಂಗೀಕರಿಸಬೇಕಾದ್ರೆ ಆತನನ್ನ ಕರ್ತನನ್ನಾಗಿ ಅಂದ್ರೆ ಯೇಸುವನ್ನ ನಿಮ್ಮ ಜೀವಿತದ ಒಡೆಯನನ್ನಾಗಿ ಅಂಗೀಕರಿಸಬೇಕು. ಆತನ ಕರ್ತೃತ್ವವನ್ನ ಅಂಗೀಕರಿಸಬೇಕು. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി എരിയണം. ನಮ್ಮ ಹೃದಯವು ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ಉರಿಯಬೇಕು. അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ಅದಕ್ಕೆ ಕಾರಣಗಳನ್ನೇ ನಾನು ಹೇಳುವಂತದ್ದು. നിങ്ങൾക്കറിയാമോ ഈ തീ കത്തുന്നത്, ഈ ഫയർ തീ കത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ಆ ಬೆಂಕಿ ಉರಿಯುವಂತದ್ದು ಹೇಗೆ ಗೊತ್ತಾ? 3 ഘടകങ്ങൾ വേണം.
ಮೂರು ಘಟಕಗಳು ಬೇಕು, ഇല്ലെങ്കിൽ തീ ഉണ്ടാകത്തില്ല. ಇಲ್ಲದಿದ್ರೆ ಬೆಂಕಿ ಆಗೋದಿಲ್ಲ. ഒന്ന് ഓക്സിജൻ, ಒಂದು ಆಮ್ಲಜನಕ, പിന്നെ കത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഫ്യൂവൽ വേണം. ಅದು ಉರಿಯುತ್ತಾ ಇರುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಅದಕ್ಕೆ ಎಣ್ಣೆ ಅವಶ್ಯಕತೆ അത് ಇದೆ. ഒന്നെങ്കിൽ പെട്രോള്, മണ്ണെണ്ണ, അല്ലെങ്കിൽ ഗ്യാസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫ്യൂവൽ ഉണ്ടെങ്കിലേ കത്തിക്കൊണ്ടിരിക്കൂ. കത്താനായിട്ട് ഓക്സിജൻ അറ്റ്മോസ്ഫിയറും വേണം. ಅದು ಉರಿಯುತ್ತಾ ಇರಬೇಕಾದ್ರೆ ಅದಕ್ಕೆ ಗ್ಯಾಸೋ ಸೀಮೆಣ್ಣೆಯೋ ಪೆಟ್ರೋಲ್ ಏನೋ ಒಂದು ರೀತಿಯಾದಂತಹ ಎಣ್ಣೆ ಬೇಕು. ಅದು ಉರಿಯುತ್ತಾ ಇರಬೇಕಾದ್ರೆ ಅದಕ್ಕೆ ಆಮ್ಲಜನಕದ ಅವಶ್ಯಕತೆ ಇದೆ. അതിന് മൂന്നാമതൊരു ഘടകം കൂടെ വേണം. ಅದಕ್ಕೆ ಮೂರನೇ ಒಂದು ಅಂಶವೂ ಕೂಡ ಬೇಕು. അതാണ് ഇഗ്നീഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ കാറിൽ കീ ഇട്ട് തിരിക്കുമ്പോൾ പെട്രോൾ കത്തുന്നത് കാണാൻ പറ്റും. ಅದಕ್ಕೆ ಇಗ್ನಿಷನ್ ಅಂದ್ರೆ ನೀವು ಕಾರಣಕ್ಕೆ ಒಂದು ಕಾರಿನಲ್ಲಿ ಒಂದು ಕೀಯನ್ನು ತಿರುಗಿಸುವಾಗ ಅಲ್ಲಿ ಪೆಟ್ರೋಲ್ ಉರಿಯುತ್ತದೆ. അത് സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ തീപ്പെട്ടി വെച്ച് കത്തിക്കും. ನಾವು ಸಾಧಾರಣವಾಗಿ ಗ್ಯಾಸ್ ಸ್ಟವ್ ಹಚ್ಚಿಸುವಾಗ ಬೆಂಕಿ ಪಟ್ಟ ಹಚ್ಚಿಸ್ತೇವೆ, അല്ലെങ്കിൽ ലൈറ്റർ വെച്ച് കത്തിക്കും. ಅಥವಾ ಲೈಟರ್ ಉಪಯೋಗಿಸ್ತೇವೆ. അതാണ് ഇഗ്നീഷ്യൻ. ಅದುವೇ ಇಗ್ನಿಷನ್. അപ്പോൾ തീ കത്തണമെങ്കിൽ ഈ മൂന്ന് ഘടകവും വേണം. ಈ ಒಂದು ಬೆಂಕಿ ಉರಿಬೇಕಾದ್ರೆ ಅಥವಾ ಬೆಂಕಿ ಹೊತ್ತಬೇಕಾದ್ರೆ ಈ ಮೂರು ಅಂಶಗಳು ಬೇಕು. ഓക്സിജൻ വേണം, ಆಮ್ಲಜನಕ ಬೇಕು, ഫ്യൂവൽ വേണം, ಎಣ್ಣೆ ಬೇಕು, ഇഗ്നീഷൻ വേണം. ಆ ಒಂದು ಇಗ್ನಿಷನ್ ಬೇಕು. ഫ്യൂവൽ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ತೈಲ ಇಲ್ಲದಿದ್ರೆ ಏನು ಆಗುತ್ತೆ? കത്തിക്കൊണ്ടിരിക്കുന്ന തീ അങ്ങ് നിന്നു. ಹೊತ್ತು ಉರಿಯುತ್ತಾ ಇರುವಂತಹ ಬೆಂಕಿ ಆರಿ ಹೋಗ್ತದೆ. ഇഗ്നീഷൻ കത്താൻ മാത്രം മതി. ಆ ಇಗ್ನಿಷನ್ ಉರಿಯುವುದಕ್ಕೆ ಮಾತ್ರ ಸಾಕು. എന്നാൽ ഫ്യൂവൽ കത്തിക്കൊണ്ടിരിക്കാനായിട്ട് വേണം. ಆ ತೈಲವು ಉರಿಯುತ್ತಾ ಇರೋದಕ್ಕೋಸ್ಕರವಾಗಿ ಬೇಕು. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചുറ്റാകെ ഓക്സിജൻ വേണം. ಅದು ಉರಿಯುತ್ತಾ ಇರಬೇಕಾದ್ರೆ ಅದರ ಸುತ್ತಲೂ ಆಮ್ಲಜನಕ ಬೇಕು. ആത്മാവിൽ എരിവുള്ളവരായി തീരാനും ഇതുപോലെ മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ്. ಆತ್ಮನಲ್ಲಿ ಉರಿಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಈ ರೀತಿಯಾಗಿ ಮೂರು ಅಂಶಗಳು ಬೇಕು. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുമാണ്. ಪ್ರಿಯರಾದವರೇ, ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನು ನಮ್ಮ ಹೃದಯದಲ್ಲಿದ್ದಾನೆ. പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടെങ്കിലേ, ആ ഓക്സിജന്റെ കാര്യം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടെങ്കിലേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവ് കത്തുകയുള്ളൂ. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯವಿರುವುದಾದ್ರೆ ಮಾತ್ರವೇ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ನಮ್ಮ ಆತ್ಮನ ಹೊತ್ತಿ ಉರಿಯುತ್ತಾನೆ. അപ്പൊ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഫ്യൂവൽ ഏതാ? ಆ ಒತ್ತಿ ಉರಿಯುತ್ತಾ ಇರುವುದಕ್ಕೆ ತೈಲ ಯಾವುದು? അതാണ് നമ്മുടെ ആത്മാവ്. ಅದುವೇ ನಮ್ಮ ಆತ್ಮನು. അതിനെ കത്തിക്കുന്ന ഇഗ്നീഷ്യൻ ഏതാണ്? ಅದನ್ನು ಉರಿಸುವಂತ ಇಗ್ನಿಷನ್ ಯಾರು? ദൈവത്തിന്റെ വചനം, ದೇವರ ವಾಕ್ಯ. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ എരിവുള്ളതായി തീരുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എരിവുള്ളതായി തീരും. ಈ ಮೂರು ವಿಷಯಗಳು ಇರುವುದಾದ್ರೆ ಮಾತ್ರವೇ ನಮ್ಮ ಆತ್ಮನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಉರಿಯುವುದಕ್ಕೆ ಸಾಧ್ಯ. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അതേ ദിവസം, അന്ന് ഞായറാഴ്ച തന്നെ താൻ എമ്മൗസിലേക്ക് കടന്നുപോയി. ನಮ್ಮ ಧನ್ಯನಾದಂತಹ ಕರ್ತನು ಆತನು ಪುನರುತ್ಥಾನದಂತಾದಂತಹ ಅದೇ ದಿನದಲ್ಲಿಯೇ ಆತನು ಎಮ್ಮಾಹುವಿನ ಹಾದಿಯಲ್ಲಿ ಹೋದರು. രണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ಅಲ್ಲಿ ಇಬ್ಬರು ಶಿಷ್ಯರೊಂದಿಗೆ ಸೇರಿ ಅವನು ಮಾತನಾಡುತ್ತಾ ಹೋದನು. തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. ದೇವರ ವಾಕ್ಯವನ್ನು ಆಧಾರವಾಗಿ ಇಟ್ಟುಕೊಂಡು ಅವರೊಟ್ಟಿಗೆ ಮಾತನಾಡಿದನು. അപ്പോൾ ആ രണ്ട് സഹോദരന്മാർ പിന്നീട് വീട്ടിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യം നാം ഒന്ന് ശ്രദ്ധിക്കണം. ಆ ಇಬ್ಬರು ಸಹೋದರರು ಆ ಮನೆಯಲ್ಲಿದ್ದಂತಹ ಸಮಯದಲ್ಲಿ ಹೇಳಿದಂತ ಮಾತುಗಳನ್ನ ನಾವೀಗ ಗಮನಿಸಬೇಕು. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസ് 24:32. ಲೂಕನ ವಾರ್ತೆ 24:37 ഞാൻ മലയാളത്തിൽ വായിക്കാം, അങ്ങനെ തന്നെയാണോ ഈ കന്നഡയിലും എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ಲೂಕನ ವಾರ್ತೆ 24:32. എമ്മോസിലെ രണ്ട് ശിഷ്യന്മാർ തമ്മിൽ പറയുന്ന കാര്യമാണ്. ಎಮ್ಮಾಹುಸಿನ ಹಳ್ಳಿಯ ಮಾರ್ಗದಲ್ಲಿ ಇಬ್ಬರು ಶಿಷ್ಯರು ತಮ್ಮಲ್ಲಿ ಹೇಳುವಂತಹ ಒಂದು ಮಾತು. ലൂക്കോസ് 24:32. ಲೂಕನ ವಾರ್ತೆ 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ಆತನು ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ದೇವರ ವಾಕ್ಯದ ಕುರಿತಾಗಿ ಹೇಳುವಾಗ ಆ ನಮ್ಮ ಹೃದಯಗಳು ಉತ್ತಿ ಉರಿಯಲಿಲ್ಲವೋ ಎಂಬುದಾಗಿ ಹೇಳುವುದನ್ನು ನೋಡ್ತೇವೆ. അങ്ങനെയാണോ അതിൽ എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. ಮಾಡಿ 32. ಒಬ್ಬರಿಗೊಬ್ಬರು ಆತನು ದಾರಿಯಲ್ಲಿ ನಮ್ಮ ಸಂಗಡ ಮಾತಾಡಿದಾಗಲೂ ಗ್ರಂಥಗಳ ಅರ್ಥವನ್ನು ನಮಗೆ ಬಿಚ್ಚಿ ಹೇಳಿದಾಗಲೂ ನಮ್ಮ ಹೃದಯವು ನಮ್ಮಲ್ಲಿ ಕುದಿಯುತ್ತಲ್ಲವೇ? ಸಾಕು. നമ്മുടെ ഹൃദയം ഉള്ളിൽ ഉരുകിത്തള്ളവേ, അങ്ങനെയല്ലേ പറഞ്ഞു? ബോയിൽഡ് ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നാണ്. ഉരിയുത്താ ഇല്ലവോ? കർത്താവ് തിരുവെഴുത്തുകളെ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തില് ഉള്ളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ದೇವರು ತನ್ನ ವಾಕ್ಯದ ಕುರಿತಾಗಿ ಮಾತನಾಡುವಾಗ ಅವರ ಹೃದಯವು ಕುದಿಯುತ್ತಾ
ಉರಿಯುತ್ತಾ ಇದೆ. പ്രിയപ്പെട്ടവരെ, വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ എരിവ് പകരുന്നത്. ಪ್ರಿಯರಾದವರೇ, ದೇವರ ವಾಕ್ಯವೇ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಉರಿಯನ್ನು ತರುವಂತದ್ದಾಗಿದೆ. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിൽ എരിവുള്ളവരാക്കി തീർക്കും. ದೇವರ ವಾಕ್ಯವು ನಮ್ಮ ಆತ್ಮದಲ್ಲಿ ಉರಿಯುಳ್ಳಂತವರನ್ನಾಗಿ ಮಾಡುತ್ತದೆ. നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഈ ഹൃദയത്തില് നമുക്ക് ആത്മാവിന്റെ എരിവുണ്ടാകണമെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. ನಾವು ಪ್ರತ್ಯೇಕವಾಗಿ ಗಮನಿಸೋಣ. ಈ ಹೃದಯದಲ್ಲಿ ಆತ್ಮನ ಉರಿಯು ಉಂಟಾಗಲಿಕ್ಕೆ ಏನು ಬೇಕೆಂಬುದಾಗಿ ನೋಡೋಣ. ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ഹൃദയത്തിൽ ആത്മാവിൽ എരിവ് വരുന്ന 3 കാര്യങ്ങളുണ്ട്. ಒಬ್ಬ ನಿಜವಾದಂತಹ ಯಥಾರ್ಥವಾದಂತಹ ಸುವಾರ್ತಿಕನಲ್ಲಿ ಆತ್ಮನ ಹೃದಯದ ಆತ್ಮನಲ್ಲಿ ಉರಿಯಾಗಲಿಕ್ಕೆ 3 ವಿಷಯಗಳು ಬೇಕು. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആത്മാവിൽ എരിവ് വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. ಪ್ರಿಯರಾದವರೇ, ನಿಮ್ಮ ಆತ್ಮನಲ್ಲಿ ಹೃದಯ ಉರಿಯು ಬೇಕಾದರೆ ಮೊಟ್ಟ ಮೊದಲಿದಾಗಿರಬೇಕಾದಂತ ಅಂಶ ನಾಶವಾಗಿ ಹೋಗುತ್ತಾ ಇರುವಂತವರ ಕುರಿತಾಗಿರುವಂತ ಅವರ ಕುರಿತಾದಂತ ಒಂದು ಭಾರ ಬೇಕು. അതിന് ശരിയായ ഗൗരവം അറിയാം. ಅದರ ಕುರಿತಾದಂತಹ ಸರಿಯಾದ ಗಾಂಭೀರ್ಯತೆ ಗೊತ್ತಾ? നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉൽപ്രാവണ സമയത്ത് അല്ലെങ്കിൽ മൗത്വ പ്രത്യക്ഷത സമയത്ത് നമ്മുടെ കർത്താവിനോട് നാം ചേരും. ನಾವೆಲ್ಲರೂ ಕೂಡ ರಕ್ಷಿಸಲ್ಪಟ್ಟಿದ್ದೇವೆ, ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಆಗಮನದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಆರೋಹಣವಾಗಿ ಆತನ ಬಳಿಗೆ ಸೇರುತ್ತೇವೆ. അപ്പോൾ നാം ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണ്. ಆಗ ನಾವು 1ನೇ ನಿರ್ಧಾರದಲ್ಲಿ ಭಾಗವಹಿಸಿದಂತವರಾಗಿದ್ದೇವೆ. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അവകാശമില്ല. ಅಂದ್ರೆ ಮೊದಲನೇ ಮರಣದಲ್ಲಿ ಅಥವಾ ಮೊದಲನೇ ಪುನರುತ್ಥಾನದಲ್ಲಿ ಇರುವಂತವರು ಭಾಗ್ಯವಂತರು. ಅವರಿಗೆ 2ನೇ ಮರಣದಲ್ಲಿ ಅವಕಾಶವಿಲ್ಲ. രണ്ടാം പുനരുദ്ധാനം എപ്പോഴാ ഉള്ളത്? 2ನೇ ಪುನರುತ್ಥಾನ ಯಾವಾಗ ಆಗ್ತದೆ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ള സിംഹാസനം വെക്കും. 1000 ವರ್ಷಗಳ ಆಳ್ವಿಕೆಯ ನಂತರ ಬಿಳಿ ಮಹಾಸಿಂಹಾಸನ ಉಂಟಾಗುತ್ತದೆ. മരിച്ചവർ ആബാല വൃദ്ധമായ ന്യായാധിപന്റെ മുമ്പാകെ നിൽക്കും. ಸತ್ತವರು ಆತನ ಅಥವಾ ನ್ಯಾಯಾಧೀಶನ ಮುಂದೆ ನಿಲ್ಲುತ್ತಾರೆ. വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജീവന്റെ പുസ്തകങ്ങളെ തുറക്കും. ಅಲ್ಲಿ ಬಿಳಿ ಸಿಂಹಾಸನದ ಮುಂದೆ ನಿಲ್ಲುವಂತಹ ಸಮಯದಲ್ಲಿ ಜೀವದ ಪುಸ್ತಕಗಳು ತೆರೆಯಲ್ಪಡುತ್ತವೆ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ಜೀವ ಬಾಧ್ಯರ ಪಟ್ಟಿಯಲ್ಲಿ ಹೆಸರು ಬರೆಯದೇ ಇರುವಂತವರನ್ನು ಬರೆಸಲ್ಪಡದಿರುವಂತವರ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಕೂಡ ಆ ಬೆಂಕಿಯ ಕೆರೆಯೊಳಗೆ ತಳ್ಳುತ್ತಾರೆ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും അന്ന് ആ തീപ്പൊയ്കയിലേക്ക് പോകും. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ರಕ್ಷಕರನ್ನಾಗಿ ಸ್ವೀಕರಿಸದೇ ಇರುವಂತಹ ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿಯು ಆ ಬೆಂಕಿಯ ಕೆರೆಯೊಳಗೆ അതാണ് സത്യവേദ പുസ്തകം പറയുന്നത്. ಅದನ್ನೇ ಸತ್ಯವೇದ ಪುಸ್ತಕ ಹೇಳುತ್ತದೆ. അതാണ് നാം വിശ്വസിക്കുന്നത്. ಅದನ್ನೇ ನಾವು ನಂಬುತ್ತೇವೆ. അത് ദൈവത്തിന്റെ വചനമാണ്. ಅದು ದೇವರ ವಾಕ್ಯವಾಗಿದೆ. വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ಪ್ರಕಟಣೆ ಗ್ರಂಥ 20ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಸ್ಪಷ್ಟವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പ്രിയപ്പെട്ടവരെ, കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ ആ തീപ്പൊയ്കയിലേക്ക് പോകുമ്പോൾ ആ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്കൊരു ഭാരമുണ്ട്. ಪ್ರಿಯರಾದವರೇ, ಕೋಟ್ಯಾನು ಕೋಟಿ ಜನರು ಆ ಬೆಂಕಿಯ ಕೆರೆಯೊಳಗೆ ಹೋಗುವಂತಹ ಸಮಯದಲ್ಲಿ ಅವರ ಆತ್ಮಗಳ ಕುರಿತಾದಂತಹ ಭಾರ ನಮಗೆ ಬೇಕು. അത് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ എരിവുള്ളവർ. ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಆತ್ಮನ ಒಂದು ಉರಿಯುಂಟಾಗಬೇಕು. യേശു ക്രിസ്തു മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? ಯೇಸು ಕ್ರಿಸ್ತನು ಯಾರಿಗೋಸ್ಕರ ಸತ್ತನು? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ പ്രായശ്ചിത്തയാഗമായി തീർന്നതാണ്. ಮಾನವ ರಾಶಿಯ ಪಾಪದ ಪರಿಹಾರಕ್ಕೋಸ್ಕರವಾಗಿ ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಪ್ರಾಯಶ್ಚಿತ್ತವಾದನು. ആരും നശിച്ചു പോകാതിരിപ്പാൻ, ಒಬ್ಬರು ನಾಶವಾಗದಂತೆ. പ്രിയപ്പെട്ടവരെ, നമ്മെ സുവിശേഷകന്മാരാക്കി തീർത്തിരിക്കുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. ಏನಾದವರೇ, ನಮ್ಮನ್ನು ದೇವರು ಸುವಾರ್ತಿಕರನ್ನಾಗಿ ಮಾಡಿದ್ದು ಒಬ್ಬರಾದರೂ ನಾಶವಾಗದೆ ಎಲ್ಲರೂ ನಿತ್ಯ ಜೀವ ಪಡೆಯಬೇಕು. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷ മതപരിവർത്തനമല്ല. ಪ್ರಿಯರಾದವರೇ, ನಮ್ಮ ಸೇವೆ ಮತಾಂತರದ ಸೇವೆ ಅಲ್ಲ. മനുഷ്യനെ നിത്യജീവനെ ദാനം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ಮನುಷ್ಯನಿಗೆ ನಿತ್ಯ ಜೀವವನ್ನು ದಾನ ಮಾಡುವಂತಹ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാനും നിത്യജീവൻ പ്രാപിപ്പാനും വേണ്ടിയാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಮುಖಾಂತರವಾಗಿ ರಕ್ಷಣೆ നശിച്ചു പോകുന്ന നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ എരിവുള്ളവരായി ಆತ್ಮಗಳ ಭಾರವನ್ನು ನಾವು ಹೊತ್ತುಕೊಳ್ಳುವಾಗ ನಮ್ಮ ಹೃದಯ ಒತ್ತಿ ಉರಿಯುತ್ತದೆ. അതാണ് ഒന്നാമത് നമ്മുടെ ആത്മാവിൽ എരിവുള്ളവരാക്കി. ಅದು ನಮಗೆ ಆತ್ಮನಲ್ಲಿ ಬೆಂಕಿ ಉರಿಯುಳ್ಳವರಂತೆ ಮಾಡುವಂತಹ ಮೊದಲನೇ ಅಂಶ. രണ്ടാമത് നമ്മളെ ആത്മാവിൽ എരിവുള്ളവരാക്കി തീർക്കുന്നത് നാം സഭയുടെ ശുശ്രൂഷന്മാരാണ്. ಎರಡನೇದಾಗಿ ನಮ್ಮ ಆತ್ಮನಲ್ಲಿ ಉರಿಯುವಂತೆ ಮಾಡುವಂತದ್ದು ನಮ್ಮ ಸಭೆಯ ಸೇವೆ. നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലം സഭയുടെ ശുശ്രൂഷന്മാരാണ്. ನೀವು ಪ್ರತಿಯೊಬ್ಬರು ಕೂಡ ನಿಮ್ಮ ಸ್ಥಳೀಯ ಸಭೆಯ ಸೇವಕರಾಗಿದ್ದೀರಿ. നിങ്ങളുടെ സ്ഥലം സഭയിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള ഒരു ഭാരം നിങ്ങൾക്ക് വേണം. ನಿಮ್ಮ ಸ್ಥಳೀಯ ಸಭೆಗಳ ವಿಶ್ವಾಸಿಗಳ ಕುರಿತಾದಂತಹ
ಭಾರ ನಿಮಗಿರಬೇಕು. അവരുടെ ശുദ്ധീകരണവും അവരുടെ ആത്മീയ വർധനയും കുറിച്ച് നിങ്ങൾക്കൊരു ഭാരമുണ്ടായിരിക്കണം. ಅವರ ಶುದ್ಧೀಕರಣ, ಅವರ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಕುರಿತಾದಂತ ಭಾರ ನಿಮಗಿರಬೇಕು. അപ്പോസ്തലനായ പൗലോസിന് ആ ഭാരമുണ്ടായിരുന്നു. ಅಪೊಸ್ತಲನಾದ ಪೌಲನಿಗೆ ಆ ಭಾರ ಇತ್ತು. ഓ ലോകത്തിലുള്ള എല്ലാ സഭകളെ കുറിച്ചും തനിക്ക് ഭാരമുണ്ടായിരുന്നു. ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲಾ ಸಭೆಗಳ ಕುರಿತಾದಂತ ಭಾರ ಆತನಿಗಿತ್ತು. ഓരോ സഭയിലും വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവർ ഓരോരുത്തരെ അവിടേക്ക് പറഞ്ഞയക്കുമായിരുന്നു. ಒಂದೊಂದು ಸಭೆಯಲ್ಲಿ ಸೇವೆ ಮಾಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಒಬ್ಬೊಬ್ಬನನ್ನು ಆ ಸಭೆಗಳಿಗೆ ಕಳಿಸಿಕೊಡ್ತಾ ಇದ್ದರು. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഭയിൽ ശരിയായ വിധത്തിലുള്ള വചന ശുശ്രൂഷ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ಬೇರಾದವರೇ, ನಿಮ್ಮ ಸ್ಥಳೀಯ ಸಭೆಯಲ್ಲಿ ಸರಿಯಾದಂತಹ ರೀತಿಯ ದೇವರ ವಾಕ್ಯದ ಸೇವೆ ನಡೀತಾ ಇದೆ ಎಂಬುದಾಗಿ ನೀವು വചന ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആത്മീയ വർധനയും ശുദ്ധീകരണവും ದೇವರ ലഭിക്കൂ. ವಾಕ್ಯದ ಸೇವೆ ನಡೀತಾ ಇರುವುದಾದ್ರೆ ಮಾತ್ರವೇ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಮತ್ತು ಶುದ್ಧೀಕರಣ ಉಂಟಾಗುತ್ತದೆ. ഒന്ന് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, ಮೊದಲನೇದಾಗಿ ನಾಶವಾಗಿ ಹೋಗುವಂತ ಆತ್ಮಗಳ ಕುರಿತಾದ ಭಾರ, സ്ഥലം സഭയിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള ഭാരം, ಸ್ಥಳೀಯ ಸಭೆಯಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಗಳ ಕುರಿತಾದಂತಹ ಭಾರ, മൂന്നാമത് നമ്മുടെ ആത്മാവിൽ എരിവുള്ളവരാക്കി തീർക്കുന്ന മൂന്നാമത്തെ ഘടകം, ಮೂರನೇದಾಗಿ ನಮ್ಮ ಆತ್ಮನಲ್ಲಿ ಉರಿಯುವಂತೆ ಮಾಡುವಂತಹ ಮೂರನೇ ವಿಷಯ, നിങ്ങൾ ആരുടെ ശുശ്രൂഷകന്മാരാണ്? ನೀವು ಯಾರ ಸೇವಕರಾಗಿದ್ದೀರಿ? ആരാണ് നിങ്ങളെ സുവിശേഷന്മാരാക്കിയത്? ನಿಮ್ಮನ್ನು ಯಾರು ಸ್ವಾರ್ಥಕ್ಕೆ ಸಾರೋದಕ್ಕೆ ಕರೆದಿದ್ದಾನೆ? ഞാൻ പറഞ്ഞില്ലേ കുരിയോസ് എന്ന വാക്ക്, ನಾನು ಹೇಳಿಲ್ವಾ ಕುರಿಯೋಸ್ ಎಂಬಂತ ಮಾತು, സുപ്രീം അതോറിറ്റി, ಅತ್ಯುಚ್ಚ ಅಧಿಕಾರ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, ಸಕಲಕ್ಕೂ ಸಹ ಎಲ್ಲಕ್ಕೂ ಸಹ ಒಡೆಯನು, ಎಲ್ಲಕ್ಕೂ ಕಾರಣಭೂತನಾದ, സകലത്തെയും സൃഷ്ടിച്ചവൻ, ಎಲ್ಲವನ್ನು ಸೃಷ್ಟಿಸಿದವನು, നിത്യനും പരിശുദ്ധനും നീതിമാനുമായവൻ, ಪರಿಶುದ್ಧನು, ನೀತಿವಾದ, സർവ്വവ്യാപി സർവജ്ഞാനി സർവശക്തനുമായവൻ, ಸರ್ವವ್ಯಾಪಿ, ಸರ್ವಜ್ಞಾನಿ, ಸರ್ವಶಕ್ತನಾದಂತ, അവനെ പോലൊരു ദൈവമില്ല. ಆತನ ಹಾಗೆ ಒಬ್ಬ ದೇವರಿಲ್ಲ. ദേവാദിദേവൻ രാജാതിരാജാവ്, ದೇವನು ರಾಜಾಧಿರಾಜನು, കർത്താതി കർത്താവ്, ಕರ್ತನು, സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ಎಲ್ಲರೂ ಕೂಡ ಆ ರಾಜನಾಗಿದ್ದಾನೆ. ആ സുപ്രീം അതോറിറ്റിയുടെ സേവകന്മാരാണ്, അടിമകളാണ് നാം ഒക്കെയും. ನಾವೆಲ್ಲರೂ ಕೂಡ ಆ ಅತ್ಯುಚ್ಚರಾದಂತ ಅಧಿಕಾರಿಯ ದಾಸರಾಗಿದ್ದೇವೆ, ಸೇವಕರಾಗಿದ್ದೇವೆ. അതുകൊണ്ടാണ് നമ്മെ കുറിച്ച് പറയുന്ന സെർവന്റ് ലീഡർഷിപ്പ് എന്ന്. ಆದ್ದರಿಂದ ನಾವು ಹೇಳ್ತೇವೆ ಸರ್ವೆಂಟ್ ಲೀಡರ್ಶಿಪ್ ಎಂಬುದಾಗಿ. ദൈവത്തെ കുറിച്ചൊരു ഭയം വരുമ്പോൾ, ദൈവത്തെ കുറിച്ചുള്ള ഒരു ബഹുമാനം വരുമ്പോൾ നാം ആത്മാവിൽ എരിവുള്ളവരായി തീരും. ದೇವರ ಕುರಿತಾದಂತ ಒಂದು ಭಯ ಬರುವಾಗ, ದೇವರ ಕುರಿತಾದಂತ ಒಂದು ಗೌರವ ಬರುವಾಗ ನಾವು ಆತ್ಮದಲ್ಲಿ ಉರಿಯುವಂತವರಾಗಿರ್ತೇವೆ. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കാം. ಈ ರೀತಿಯಾಗಿ ನಾವು ಆಲೋಚನೆ ಮಾಡೋಣ. രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണെന്ന് വെച്ചോ, ಒಂದು ರಾಜ್ಯವನ್ನು ಆಳುವಂತ ಒಬ್ಬ ರಾಜನಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಅಂದುಕೊಳ್ಳ್ರಿ. രാജാവ് നമ്മിൽ ഒരാളെ വിളിച്ചിട്ട് നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചു. ರಾಜನು ನಮ್ಮಲ್ಲಿ ಒಬ್ಬರನ್ನು ಕರೆದು ಅವರಿಗೆ ಕೆಲಸವನ್ನು ಒಪ್ಪಿಸ್ತಾನೆ. നാം രാജാവിനെ ഭയപ്പെടുമ്പോൾ ആ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യും. ರಾಜನಿಗೆ ನಾವು ಹೆದರೋದ್ರಿಂದ ನಮಗೆ ವಹಿಸಿಕೊಟ್ಟಂತ ಸೇವೆಯನ್ನ ಸ್ಪಷ್ಟವಾಗಿ ಮಾಡ್ತೇವೆ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ಯಾಕೆ ಅದನ್ನು ಮಾಡ್ತೇವೆ? എല്ലാവരുടെയും മധ്യയിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിന്റെ നന്ദിയുള്ളവരായി നാം ആ ശുശ്രൂഷ ചെയ്യും. ಎಲ್ಲರ ಮಧ್ಯದೊಳಗಿಂತ ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಂತ ಆಯ್ಕೆಗೋಸ್ಕರವಾಗಿರುವಂತ ಕೃತಜ್ಞತೆಯಿಂದ ನಾವು ಸೇವೆ ಮಾಡ್ತೇವೆ. ലോകത്തിൽ എത്രയോ പേർ നമ്മെക്കാളും പ്രബലരായിട്ടുള്ളവരുണ്ട്. ಲೋಕದಲ್ಲಿ ಎಷ್ಟೋ ಜನರು ನಮಗಿಂತ ಪ್ರಬಲರಿದ್ದಾರೆ. എന്നാൽ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. ಆದ್ರೆ ಕರ್ತನು ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. നമ്മളെ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആക്കി. ನಮ್ಮನ್ನು ಕ್ರಿಸ್ತನ ರಾಯಭಾರಿಗಳನ್ನಾಗಿ ಮಾಡಿದ್ದಾನೆ. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി, ಕ್ರಿಸ್ತನ ರಾಯಭಾರಿಗಳನ್ನಾಗಿ, ക്രിസ്തുവിന് പകരമായി ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ചു. ಪರವಾಗಿ ಕೆಲಸ ಮಾಡುವಂತೆ ಮಾಡಿದ್ದಾನೆ. എത്ര നന്ദിയുള്ളവരായിരിക്കണം, ಎಷ್ಟು ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿರಬೇಕು, എത്ര ഭക്തിയുള്ളവരായിരിക്കണം. ಎಷ್ಟು ಭಕ್ತಿಯುಳ್ಳವರಾಗಿರಬೇಕು. ഈ ദൈവത്തെ നാം ഭയപ്പെടണം, ಈ ದೇವರಿಗೆ ನಾವು ಭಯ ಪಡಬೇಕು, അനുസരണമുള്ളവരായി തീരണം. ಅದಕ್ಕೆ ವಿಧೇಯರಾಗಿರಬೇಕು. ഈ ദൈവത്തിന് പ്രസാദം വരുമാറ് നാം സേവ ಈ ചെയ്യണം. ದೇವರಿಗೆ ಮೆಚ್ಚುಗೆ ಆಗುವಂತ ರೀತಿಯಲ್ಲಿ ನಾವು ಸೇವೆ ಮಾಡಬೇಕು. അപ്പോസ്തലനായ പൗലോസ് തന്റെ എല്ലാ ലേഖനങ്ങളിലും ഈ കർത്താവിനെ സേവിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ತನ್ನ ಎಲ್ಲಾ ಪತ್ರಿಕೆಗಳಲ್ಲಿ ಈ ಕರ್ತನನ್ನ ಸೇವೆ ಮಾಡಿ ಎಂಬುದಾಗಿ ಬರೆಯುತ್ತಾನೆ. എബ്രായ ലേഖനത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ ಕೊನೆಯ ಭಾಗಕ್ಕೆ ನಾವು ಬರುವಂತಹ ಸಮಯದಲ್ಲಿ ನಾವು ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿ ದೇವರಿಗೆ ಮೆಚ್ಚುಗೆಯುಳ್ಳಂತ ಭಯಭಕ್ತಿಯುಳ್ಳಂತ ಸೇವೆಯನ್ನು ಮಾಡೋಣ. എന്തിനാ നന്ദിയുള്ളവരായിരിക്കേണ്ടത്? ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿರಬೇಕು. ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർക്കുമ്പോൾ, ದೇವರ ಮಾಡಿದಂತ ಕಾರ್ಯಗಳನ್ನು ನೆನೆಸಿಕೊಳ್ಳುವಾಗ, ആ പാപികളും ദോഷികളുമായിരിക്കുന്ന നമ്മെ തെരഞ്ഞെടുത്തു. ಪಾಪಿಗಳು ದೋಷಗಳಾದಂತ ನಮ್ಮನ್ನು ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. ನಮ್ಮ ಪಾಪಗಳಿಗಾಗಿ ಆತನು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಸತ್ತಿದ್ದಾನೆ. ആ ദൈവത്തെ ഭയപ്പെടുകയും അവനോടുള്ള ഭക്തിയോടുകൂടി അവനെ സേവ ചെയ്യാം. ಆ ದೇವರಿಗೆ ಭಯಪಟ್ಟು ಆತನಲ್ಲಿರುವಂತಹ ಭಕ್ತಿ
ಭಕ್ತಿಯಿಂದ ಸೇವೆ ಮಾಡಬೇಕು. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാവകാശം ഉള്ളപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം വായിക്കണം. ಪ್ರಿಯರಾದವರೇ, ನಿಮಗೆ ಆ ಒಂದು ಸಮಯವಿದ್ದಾಗ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 20ನೇ ಅಧ್ಯಾಯವನ್ನು ಓದ್ರಿ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യയിലെ മൂപ്പന്മാരോട് പറയുകയാണ്, ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಎಫೆಸದ ಹಿರಿಯರೊಟ್ಟಿಗೆ ಮಾತನಾಡ್ತಾನೆ. ഞാൻ എഫെസോസിൽ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ എങ്ങനെ കർത്താവിനെ സേവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ನಾನು ಎಫೆಸದಲ್ಲಿ ನಿಮ್ಮೊಟ್ಟಿಗಿದ್ದಂತಹ ಸಮಯದಲ್ಲಿ ನಾನು ಹೇಗೆ ಕರ್ತನನ್ನು ಸೇವಿಸಿದ್ದೇನೆಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತಲ್ಲವೋ? നിങ്ങൾക്കറിയാം, മിലേത്തസിലേക്ക് മൂപ്പന്മാരെ ആളയച്ച് വിളിച്ച് പറഞ്ഞതാണ്. ನಿಮಗೆ ಗೊತ್ತಿದೆ, ಆ ಮಿಲೇತಕ್ಕೆ ಆ ಹಿರಿಯರನ್ನ ಕರೆಸಿದ್ದಾನೆ. ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ കർത്താവിനെ സേവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ನಾನು ನಿಮ್ಮ ಬಳಿಯಲ್ಲಿದ್ದಂತಹ ಸಮಯದಲ್ಲಿ ನಾನು ಹೇಗೆ ಕರ್ತನನ್ನು ಸೇವಿಸಿದ್ದೇನೆಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತು. 20-ാം അധ്യായം വായിക്കുമ്പോൾ 7 തരത്തിലുള്ള ശുശ്രൂഷ താൻ അവിടെ ചെയ്തിരുന്നു. ಅಲ್ಲಿ 20ನೇ ಅಧ್ಯಾಯವನ್ನು ಓದುವಾಗ 7 ರೀತಿಯಾದಂತಹ ಸೇವೆಗಳನ್ನು ಮಾಡಿದ್ದೇನೆಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. അപ്പോസ്തലനായ പൗലോസ് അവിടെ പരസ്യയോഗം നടത്തി. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಅಲ್ಲಿ ಒಂದು ಪ್ರವಾಸವಾದ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾನೆ. അപ്പോസ്തലനായ പൗലോസ് അവിടെ ഭവന സന്ദർശനം നടത്തി. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಅಲ್ಲಿ ಬಹಿರಂಗ ಸೇವೆಯನ್ನ ಮನೆಯನ್ನು ಸಂದರ್ಶಿಸಿ താൻ അവിടെ ബൈബിൾ ക്ലാസ് എടുത്തു. ಅಲ್ಲಿ ಅದರ ಸತ್ಯವೇದ ಅಧ್ಯಯನವನ್ನು ಮಾಡಿದ್ದಾನೆ. സുവിശേഷ യോഗങ്ങൾ സംഘടിച്ചു. ಸುವಾರ್ಥ ಸೇವೆಯನ್ನು ಸಂಘಟಿಸಿದ್ದಾನೆ. സാക്ഷിയോഗം ഉണ്ടായിരുന്നു. ಸಾಕ್ಷ್ಯ ಕೂಟವಿತ್ತು. പ്രാർത്ഥന ഉണ്ടായിരുന്നു. ಪ್ರಾರ್ಥನೆ ಇತ್ತು. ഇടയ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇടയ ശുശ്രൂഷ, ಒಂದು ಆಗಾಗ ಸೇವೆ ಇರ್ತಾ ಇತ್ತು. സഭയിലെ ആത്മീയ നേതൃത്വത്തിന്റെ ശുശ്രൂഷ. ಸಭೆಯಲ್ಲಿ ಆತ್ಮಿಕ ನಾಯಕತ್ವದ ಸೇವೆ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ ആ ഭാഗങ്ങളൊക്കെ വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನ ಆ ಭಾಗಗಳನ್ನ ಓದಿ ಕಲಿಯುವಂತವರಾಗಿರಬೇಕು. നമുക്ക് വളരെ ചുരുക്കം സമയമുള്ള 1 മണിക്കൂർ എനിക്ക് തന്നെങ്കിലും ഞാൻ നിങ്ങളുടെ ക്ഷമയെ പരിശോധിക്കുകയില്ല. ನಾನು ನನಗೆ ಕೊಟ್ಟಂತ ಸ್ವಲ್ಪ ಸಮಯ ಇದೆ, ನನಗೆ 1 ಗಂಟೆ ಸಮಯವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಆದ್ರೂ ಕೂಡ ನಿಮ್ಮ ತಾಳ್ಮೆ ನಾನು ಪರೀಕ್ಷೆ ಮಾಡ್ತೀನಿ. ആത്മാവിൽ എരിവുള്ളവരായി തീരാൻ 3 കാര്യങ്ങൾ വേണം. ಆತ್ಮನಲ್ಲಿ ಉರಿಯುವಂತೆ ಜೀವಿಸಲಿಕ್ಕೆ 3 ಸಂಗತಿಗಳು. ഒന്ന്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. ಮೊದಲನೇದಾಗಿ ನಾಶವಾಗಿ ಹೋಗುವಂತ ಆತ್ಮಗಳ ಕುರಿತಾದಂತಹ ಭಾರ. 2, സ്ഥലം സഭയിലെ വിശ്വാസികളെ കുറിച്ചുള്ള ഭാരം. ಎರಡನೇದಾಗಿ ಸ್ಥಳೀಯ ಸಭೆಯ ವಿಶ್ವಾಸಿಗಳ ಕುರಿತಾದ ಭಾರ. നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഭയം. ಮೂರನೇದಾಗಿ ಅವರಿಗೆ ಸೇವೆಗೋಸ್ಕರವಾಗಿ ಕೊಟ್ಟಂತಹ ಒಂದು ಸೇವೆಯನ್ನು ಕೊಟ್ಟಂತಹ ದೇವರಿಗೋಸ್ಕರವಾಗಿರುವಂತಹ ಭಯ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ. ಈ ಒಂದು ವಿಷಯಕ್ಕೆ ಅನುಸಾರವಾಗಿ ಆತ್ಮಾವಿನ ವಿಷಯವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. ആത്മാവിൽ എരിവുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്തുവാ? ಆತ್ಮನಲ್ಲಿ ಉರಿಯುಳ್ಳವರ ಲಕ್ಷಣಗಳೇನು? അതിന് ആത്മാവിൽ എരിവുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ಅದರಲ್ಲಿ ಆತ್ಮನಲ್ಲಿ ಉರಿಯುಳ್ಳುತ್ತ ವ್ಯಕ್ತಿಯ ಕುರಿತಾಗಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആദ്യകാലത്തെ ഒരു ശുശ്രൂഷകനാണ്. ಆದ್ರೆ ಆ ಪ್ರಾರಂಭದಲ್ಲಿ ಒಬ್ಬ ಸೇವಕನಾಗಿದ್ದನು. നമുക്ക് ആ ഭാഗം വായിക്കാം. ಆ ವಾಕ್ಯ ಭಾಗವನ್ನು ಓದೋಣ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിലേക്ക് വരാം. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 18ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರೋಣ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 24 മുതൽ ഉള്ള വാക്യങ്ങൾ. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 18ನೇ ಅಧ್ಯಾಯ 24ನೇ ವಚನದಿಂದ ಓದಿದ್ದೇವೆ. നമുക്ക് ആ വേദഭാഗം വായിക്കാം. ಓದಿಯ ವಚನವನ್ನ 18-ാം അധ്യായത്തിന്റെ 24 മുതൽ 24ನೇ ವಚನದಿಂದ 24 മുതൽ 28 വരെയുള്ള ഭാഗം. 28ನೇ ವಚನದವರೆಗೆ. 18, 24ರಿಂದ 28. ಅಷ್ಟರೊಳಗೆ ಅಲೆಕ್ಸಾಂದ್ರಿಯಲ್ಲಿ ಹುಟ್ಟಿದ ಅಪೊಲ್ಲೋಸನೆಂಬ ಒಬ್ಬ ಯಹೂದನು ಎಫೆಸಕ್ಕೆ ಬಂದನು. ಅವರು ವಾಕ್ಚಾತುರ್ಯವುಳ್ಳವರು, ಶಾಸ್ತ್ರಗಳಲ್ಲಿ ಪ್ರವೀಣರು. ಅವರು ಕರ್ತನ ಮಾರ್ಗದ ವಿಷಯದಲ್ಲಿ ಉಪದೇಶ ಹೊಂದಿದವರಾಗಿದ್ದರು. അതിന്റെ 25-ാമത്തെ വാക്യം എന്ന് പറയാം. അവിടെ മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകൊണ്ട് ആകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ಅವನು ಯೇಸುವಿನ ವಿಷಯಗಳನ್ನು ಸೂಕ್ಷ್ಮವಾಗಿ ತಿಳಿದುಕೊಂಡು ಉಪದೇಶ ಮಾಡುವಂತವನಾಗಿದ್ದನೆಂಬುದಾಗಿ ನೋಡ್ತೇವೆ. അവൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. അവിടെ ഉണ്ടോ വായിച്ചേട്ടൻ? ಆಸಕ್ತಿ ಮನಸ್ಸು. അത് തന്നെ, അതാണ് ആസക്തി മനസ്സ്. ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. ആത്മದಲ್ಲಿ ഉരിയുವಂತവനെಂದ್ರೆ ആസക്തിയുള്ളಂತ ಮನಸ್ಸುಳ್ಳವನಾಗಿದ್ದ. പ്രിയപ്പെട്ടവരെ, നമ്മോട് പ്രബോധിപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്ന ആത്മാവിൽ എരിവുള്ളവനായി കർത്താവിനെ സേവിക്കുക. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ನಮ್ಮೊಂದಿಗೆ ಪ್ರಬೋಧಿಸುವಂತಹ ವಿಷಯ ಆತ್ಮದಲ್ಲಿ ಉರಿಯುಳ್ಳಂತವರಾಗಿ ಆಸಕ್ತಿಯಿಂದ ಸೇವೆ ಮಾಡಬೇಕು. ഇവിടെ നാം കാണുന്ന എഫെസോസിലേക്ക് ഒരു വ്യക്തി കടന്നു വരുവാണ്. ആത്മാവിൽ എരിവുള്ളവനായ അപ്പല്ലോസ് എന്ന വ്യക്തി. ಇಲ್ಲಿ ಎಫೆಸಕ್ಕೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬರ್ತಾ ಇದ್ದಾನೆ. ಆ ವ್ಯಕ್ತಿ ಅಪೊಲ್ಲೋಸ್ ಎಂಬುದಾಗಿ ಅವನು ಆತ್ಮದಲ್ಲಿ ಆಸಕ್ತಿ ಉಳ್ಳಂತವನಾಗಿದ್ದನು. അവൻ അലക്സാന്ദ്രിയക്കാരനായിരുന്നു. അലക്സാന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ആണ്. ಅವನು ಅಲೆಕ್ಸಾಂದ್ರಿಯದವನಾಗಿದ್ದನು. ಅಲೆಕ್ಸಾಂದ್ರಿಯ ಅಂದ್ರೆ ಐಗುಪ್ತ ದೇಶ. അവൻ വാക്വൈഭവമുള്ളവനായിരുന്നു. ಅವನು ವಾಕ್ಚಾತುರ್ಯವುಳ್ಳವನಾಗಿದ್ದನು. തിരുവഴുത്തുകളിൽ സാമർത്ഥ്യമുള്ളവനായിരുന്നു. ದೇವರ ವಾಕ್ಯವನ್ನು ಬೋಧಿಸಿದ್ರೆ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿದ್ದನು. അവനൊരു യഹൂദനായിരുന്നു. ಅವನೊಬ್ಬ ಯಹೂದ್ಯನಾಗಿದ್ದನು. അലക്സാണ്ട്രിയയിൽ താമസിക്കുന്നതുകൊണ്ട് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഹെലനിസ്റ്റ് എന്നാണ്.
ಅಲೆಕ್ಸಾಂದ್ರಿಯಾದಲ್ಲಿ ಇದ್ದದ್ರಿಂದ ಅವನು ಗ್ರೀಕ್ ಭಾಷೆಯನ್ನು ಮಾತನಾಡ್ತಾ ಇದ್ದನು, ಅಂತವರನ್ನ ಹೆಲೆನಿಸ್ಟ್ ಎಂಬುದಾಗಿ ಕರೆಯುತ್ತಾರೆ. അവൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു കേട്ടോ. ಅವನು ಆತ್ಮದಲ್ಲಿ ಆಸಕ್ತಿ ಉಳ್ಳಂತವನಾಗಿದ್ದನು. അലക്സാണ്ട്രിയയിൽ നിന്ന് വരുന്നവർക്ക് ചില കുഴപ്പങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ಅಲೆಕ್ಸಾಂದ್ರಿಯಾದಿಂದ ಬರುವಂತವರಿಗೆ ಕೆಲವು ಕೊರತೆಗಳಿವೆ, ಆ ಕಾರ್ಯವನ್ನ ವಿಷಯವನ್ನು ಮತ್ತೆ ನಾವು ನೋಡೋಣ. നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ ഹെർമനോട്ടിക്സ് പഠിപ്പിക്കുമ്പോൾ സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയ, സ്കൂൾ ഓഫ് അന്റിയോക്ക് എന്നുള്ളതിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറയണം. ಒಂದು ವೇಳೆ ನೀವು ಬೈಬಲ್ ಶಾಲೆಗೆ ಹೋಗುವಂತಹ ಸಮಯದಲ್ಲಿ ಆ ನಿಮಗೆ ಹೆರ್ಮನೋಟಿಕ್ಸ್ ಕಲಿಸುವಂತಹ ಸಮಯದಲ್ಲಿ ಸ್ಕೂಲ್ ಆಫ್ ಅಲೆಕ್ಸಾಂಡ್ರಿಯಾ, ಸ್ಕೂಲ್ ಆಫ್ ಆಂಟಿಯೋಕ್ ಎಂಬುದಾಗಿ ಕಲಿಸುತ್ತಾರೆ. എന്താണ് ഈ സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയയുടെ പ്രത്യേകത? ಈ ಸ್ಕೂಲ್ ಆಫ್ ಅಲೆಕ್ಸಾಂಡ್ರಿಯಾದ ವಿಶೇಷತೆ ಏನು? അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പല സുവിശേഷന്മാരെ അത് പിടിച്ചിട്ടുണ്ട്. ತಿಳಿದೋ ತಿಳಿದೆಯೋ ಈ ವಿಷಯ ನಮ್ಮ ಕೆಲವು ಸುವಾರ್ತಿಕರಿಗೆ ಹಿಡಿದಿದೆ. ഒരു വാക്യം വായിച്ചാൽ അതിന് 4 അർത്ഥം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരാണ് സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയ. ಸ್ಕೂಲ್ ಆಫ್ ಅಲೆಕ್ಸಾಂಡ್ರಿಯಾ ಅಂದ್ರೆ ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿದ್ರೆ ಅದರಲ್ಲಿ 4 ಅರ್ಥಗಳಿದೆ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾರೆ. അവർ പറയും ഒന്ന് വാക്യാർത്ഥം അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ് ഉണ്ട്, ಅದರಲ್ಲಿ ಒಂದದಾಗಿ ಅಕ್ಷರಶಃ ಅರ್ಥವಿದೆ, രണ്ടാമത് അലിഗോറിക്കൽ മീനിങ് ഉണ്ട്, ಎರಡನೇದಾಗಿ ಅಲಿಗೋರಿಕಲ್ ಅರ್ಥವಿದೆ, മൂന്നാമതൊരു മോറൽ അല്ലെങ്കിൽ ധാർമ്മികമായ അർത്ഥമുണ്ട്, ಮೂರನೇದಾಗಿ ಧಾರ್ಮಿಕವಾದಂತ ನೈತಿಕವಾದ ಅರ್ಥ, നാലാമതൊരു അർത്ഥമുണ്ട് സാധാരണക്കാർക്ക് പിടികിട്ടത്തില്ല, അതാണ് മിസ്റ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ನಾಲ್ಕನೇದಾಗಿ ಸಾಧಾರಣದವರಿಗೆ ಸಿಗೋದಿಲ್ಲ, ಅದು ರಹಸ್ಯವಾದಂತ ಅರ್ಥ. അത് സാധാരണ ആളുകൾക്ക് അപ്രാപ്യമായ സത്യങ്ങൾ അത് ധ്യാനത്തിലൂടെ ചില വ്യക്തികൾക്ക് മാത്രമേ കിട്ടൂ എന്നാണ് അവർ ಅದು പഠിപ്പിക്കുന്നത്. ಸಾಧಾರಣ ಜನರಿಗೆ ಅರ್ಥವಾಗೋದಿಲ್ಲ, ಅದು ಜ್ಞಾನವುಳ್ಳಂತವರಿಗೆ ಮಾತ್ರವೇ ಅರ್ಥವಾಗ್ತದೆ ಎಂಬುದಾಗಿ ಅವರು ಕಲಿಸುತ್ತಾರೆ. അവിടുന്നാണ് ഈ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഇടയിലേക്കും കടന്നു വന്നത്. ಆ ರೀತಿಯಾಗಿ ಅಲೆಗೋರಿಕಲ್ ಇಂಟರ್ಪ್ರಿಟೇಷನ್ ನಮ್ಮ ಮಧ್ಯಕ್ಕೆ ಬಂದಿದೆ. ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. ಇನ್ನೊಂದು ಸಾರಿ ಅವಕಾಶ ಸಿಕ್ಕಿದ್ರೆ ಈ ಒಂದು ವಿಷಯವನ್ನು ಹೇಳ್ತೇನೆ. എന്നാൽ നാം പ്രത്യേകമായി അറിയേണ്ടത് ഈ അപ്പല്ലോസ് ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. ಈ ಪ್ರತ್ಯೇಕವಾಗಿ ವಿಶೇಷವಾಗಿ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾದಂತದ್ದು, ಈ ಅಪೊಲ್ಲೋಸನು ಆತ್ಮದಲ್ಲಿ ಆಸಕ್ತಿ ಉಳ್ಳವನಾಗಿದ್ದನು. അവൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്താ? ಈ ಆತ್ಮದಲ್ಲಿ ಆಸಕ್ತಿ ಉಳ್ಳವನಾಗಿದ್ದನು ಎಂಬುದಾಗಿರ್ಲಿಕ್ಕೆ ಅದು ಲಕ್ಷಣಗಳೇನು? ഒന്ന്, അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. ಮೊದಲನೇದಾಗಿ ಅವನು ಕರ್ತನ ಮಾರ್ಗದಲ್ಲಿ ಉಪದೇಶ ಹೊಂದಿದವನಾಗಿದ್ದನು. കർത്താവിന്റെ മാർഗത്തിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ അറിയാമോ? ಕರ್ತನ ಮಾರ್ಗದಲ್ಲಿರುವಂತಹ ಉಪದೇಶ ಅಂದ್ರೆ ಏನು ಗೊತ್ತಾ? രക്ഷിക്കപ്പെടാനുള്ള ഉപദേശം, ರಕ್ಷಣೆ ಹೊಂದುವಂತಹ ಉಪದೇಶ, തേജസ്സിന്റെ സുവിശേഷം, ಆ ಒಂದು ಮಹಿಮೆಯ ಸುವಾರ್ತೆ. യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಮಾರ್ಗದಲ್ಲಿರುವಂತಹ ಉಪದೇಶ ಅಂದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನಂಬಿ ರಕ್ಷಣೆ ಹೊಂದುವಂತದ್ದು. അതിനനുബന്ധമായ പത്യോപദേശവും, ಅದಕ್ಕೆ ಅನುಗುಣವಾದಂತಹ ಸತ್ಯವಾದ ಉಪದೇಶ. അവൻ കർത്താവിൽ ഉപദേശം പ്രാപിച്ചവനായിരുന്നു. ಆತನು ಕರ್ತನ ಉಪದೇಶವನ್ನು ಹೊಂದಿದವನಾಗಿದ್ದನು. രണ്ടാമത് അവൻ ദൈവവചനം പഠിക്കുന്നവനായിരുന്നു. ಎರಡನೇದಾಗಿ ಅವನು ದೇವರ വാക്ಯವನ್ನು ಕಲಿಯುವಂತವನಾಗಿದ್ದನು. അവൻ വാക്ചാതുര്യമുള്ളവനായിരുന്നു കേട്ടോ. 1 മണിക്കൂർ കൊടുത്താൽ നല്ല പടപടപടാന്ന് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ಅವನಿಗೆ ವಾಕ್ಚಾತುರ್ಯವುಳ್ಳವನಾಗಿದ್ದನು. ಅವನಿಗೆ 1 ಗಂಟೆ ಕೊಟ್ಟರೆ ಪಟ 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 ಎಂಬುದಾಗಿ ಮಾತನಾಡುವಂತವನಾಗಿದ್ದನು. പക്ഷെ സംസാരിച്ചത് അലക്സാണ്ട്രിയൻ സ്കൂളിൽ പഠിച്ചതായതുകൊണ്ട് പറയുന്നതിനകത്തൊക്കെ ഉപദേശപെശക ഉണ്ടായിരുന്നു. ಆದ್ರೆ ಅವನು ಅಲೆಕ್ಸಾಂಡ್ರಿಯಾ ಶಾಲೆಯಲ್ಲಿ ಓದಿದ್ರಿಂದ ಅವನು ಓದಿದಂತ ಅಥವಾ ಹೇಳಿದಂತ ಉಪದೇಶದಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಸ್ಯೆ ಇತ್ತು. അവന് യോഹന്നാന്റെ സ്നാനം വരെ അറിയാവൂ. ಅವನಿಗೆ ಕೇವಲ ಯೋಹಾನನ ದೀಕ್ಷಾಸ್ನಾನ ಮಾತ್ರ ಗೊತ್ತು. അപ്പോൾ എഫെസോസ് സഭയിൽ വന്ന് അവിടുത്തെ ആ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരു നല്ല കുടുംബം ഉണ്ടായിരുന്നു. ಅಲ್ಲಿ ಎಫೆಸಕ್ಕೆ ಬಂದು ಆ ಒಂದು ದೇವಾಲಯದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಿದಾಗ ಅಲ್ಲಿ ಒಳ್ಳೆ ಕುಟುಂಬ ಇತ್ತು. അക്വിലാസും പ്രിസ്കില്ലയും, ಅಕ್ವಿಲ ಮತ್ತು ಪ್ರಿಸ್ಕಿಲ್ಲನು അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്ത് നിന്ന് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വന്നവരാ അവര്. ಅವರು ಅಪೊಸ್ತಲನಾದ ಪೌಲನಿಂದ ಬಹಳ ಚೆನ್ನಾಗಿ ಕಲಿತು ಬಂದವರು. അവര് നോക്കിയപ്പോൾ അപ്പല്ലോസ് നല്ലൊരു മനുഷ്യനെ അവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ദൈവവചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ಅವರು ನೋಡಿದಂತ ಸಮಯದಲ್ಲಿ ಅಪೊಲ್ಲೋಸನು ಬಹಳ ಒಳ್ಳೆಯವನಾಗಿದ್ದನು. ಅವನನ್ನು ಮನೆಗೆ ಕರೆದುಕೊಂಡು ಹೋಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಸಿಕೊಟ್ರು. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? ಬೇರಾದವರೇ ನೀವು ಕಲಿಲಿಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರೋ? അതോ ഞാൻ പറയുന്ന എല്ലാം ശരിയാന്ന് പറഞ്ഞു ಅಥವಾ ನಾನು ಹೇಳೋದೆಲ್ಲ ಸರಿ ಎಂಬುದಾಗಿ ಹೇಳ್ತೀನಿ? നമ്മൾ മരിക്കുന്നവരെ പഠിക്കുന്നവരാണ്. മരിക്കുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ನಾವು ಸಾಯುವವರೆಗೆ ನಾವು ಕಲಿಯುತ್ತಾ ಇರಬೇಕು. കാരണം ഓരോ ദിവസവും നമ്മൾ പുതിയ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സർവജ്ഞാനി അല്ലല്ലോ. ಯಾಕೆಂದ್ರೆ ನಾವು ಪ್ರತಿದಿನ ಹೊಸದಾಗಿ ಕಲಿತೇವೆ. ಯಾಕೆಂದ್ರೆ ನಾವು ಸರ್ವಜ್ಞ. നമുക്ക് പഠിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ വേണം. ನಮಗೆ ಕಲಿಲಿಕ್ಕಿರುವಂತಹ ಒಂದು ಮಾನಸಿಕ ಪರಿಸ್ಥಿತಿ ಬೇಕು. അപ്പല്ലോസിനോട് അവർ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു അവനെ പഠിപ്പിച്ചു. ಅಪೊಲ್ಲೋಸರು ಹೇಳಿದಂತಹ ವಿಷಯಗಳಿಗೆ ಈ ರೀತಿಯಾದಂತಹ ಕೆಲವು ತಪ್ಪುಗಳಿದೆ, ಆ ರೀತಿಯಲ್ಲ ಇದು ಸತ್ಯ ಎಂಬುದಾಗಿ ಅವರಿಗೆ ಉಪದೇಶವನ್ನು ಕಲಿಸಿಕೊಟ್ರು. വളരെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൊച്ചുനാളിൽ ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കന്യാകുമാരി പോകും. ಬೇರಾದವರೇ, ನಾನು ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲಿ ಪ್ರೈಮರಿ ಸ್ಕೂಲ್ ಶಾಲೆಯಲ್ಲಿ ಓದುವಾಗ ನಾವು ಕನ್ಯಾಕುಮಾರಿಗೆ ಹೋಗ್ತಾ ಇದ್ವಿ. കന്യാകുമാരിയിൽ എന്തിനാ പോന്നെ?
ಕನ್ಯಾಕುಮಾರಿಗೆ ಯಾಕೆ ಹೋಗ್ತಾರೆ? സൂര്യൻ കടലിൽ താഴുന്നത് കാണാം. ಆ ಸೂರ್ಯನು ಅವನು ಸಮುದ್ರದಲ್ಲಿ ಬೀಳುವಂತ ನೋಡ್ತಾರೆ. കൊണ്ടുപോകുമ്പോ സാറന്മാരും അങ്ങനെ പറയുന്നത് സൂര്യൻ കടലിൽ താഴും. ನಮಗೆ ನಮ್ಮನ್ನು ಕರ್ಕೊಂಡು ಹೋಗುವಂತಹ ನಮ್ಮ ಮಾಸ್ಟರ್ಗಳು ಹಾಗೆ ಹೇಳ್ತಾ ಇದ್ರು, ಸಮುದ್ರದಲ್ಲಿ ಬೀಳ್ತಾನೆ. നമ്മൾ കരയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കും മനസ്സിലാവും സൂര്യൻ കടലിലോട്ട് പോകുന്നു. ನಾವು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ನಾವು ಸಹ ನೋಡ್ತೇವೆ ಆ ಸೂರ್ಯನು ಸಮುದ್ರಕ್ಕೆ ಬೀಳ್ತಾನೆ. വളരെ വർഷങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കുന്നത്. ಅನೇಕ ವರ್ಷಗಳು ಈ ಮಕ್ಕಳು ಈ ರೀತಿಯಾಗಿ ಕಲಿತು ಅರ್ಥ ಮಾಡಿಕೊಂಡಿದ್ದಾರೆ. സൂര്യൻ കടലിൽ താഴുകയില്ല. ಪ್ರಿಯರಾದವರೇ, ಸೂರ್ಯನು ಸಮುದ್ರದಲ್ಲಿ ಮುಳುಗೋದಿಲ್ಲ. പലരും വിചാരിക്കുന്ന കന്യാകുമാരി ഉദയവും അസ്തമയവും ഒരു സ്ഥലത്ത് തന്നെ കാണാം. ಅನೇಕರು ಅಂದುಕೊಳ್ತಾರೆ ಆ ಕನ್ಯಾಕುಮಾರಿಯಲ್ಲಿ ಉದಯ ಮತ್ತು ಅಸ್ತಮ ಎರಡು ಕೂಡ ಒಂದೇ ಸ್ಥಳದಲ್ಲಿ. അപ്പൊ സൂര്യൻ കടലിൽ കൂടെ പോയി അടിയിൽ കൂടെ പോയി മേലെ അപ്പുറത്ത് നിന്ന് പൊങ്ങി വരും. ಸೂರ್ಯನು ಕಡಲಲ್ಲಿ ಹೋಗಿ ಮತ್ತೊಂದು ಸಾರಿ ಈ ಕಡೆ ಬಂದು ಮತ್ತೆ ಅಲ್ಲಿಯೇ ಉದಯವಾಗ್ತಾನೆ. ഇങ്ങനെ വചനം പഠിക്കുന്ന പലരും ಈ ರೀತಿಯಾಗಿ ಕೆಲವರು ವಾಕ್ಯವನ್ನು അങ്ങനെയല്ല ആ സംഭവം എന്നുള്ളത് പിന്നീട് മനസ്സിലാവും. ಆ ರೀತಿಯಾಗಿ ಅಲ್ಲ ಎಂಬುದಾಗಿ ನಂತರ ಅರ್ಥವಾಗ್ತದೆ. കാരണം സൂര്യൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാണ്. കാരണം ഭൂമി ഉരുണ്ടതായതുകൊണ്ട്. ಯಾಕಂದ್ರೆ ಸೂರ್ಯನ ನಮ್ಮ ದೃಷ್ಟಿಯಿಂದ ಮರೆಯಾಗ್ತಾನೆ. ಯಾಕಂದ್ರೆ ಭೂಮಿ ದುಂಡಾಗಿದೆ, ಅದು ಉರುಳುತ್ತಾ ಇದೆ. പക്ഷെ അപ്പല്ലോസ് എന്നെ പഠിപ്പിക്കുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിച്ചിട്ട് അവന് ഈഗോ ഇല്ലായിരുന്നു. ആ കുടുംബത്തോട് ചേർന്ന് ദൈവവചനം ശരിക്കും പഠിച്ചു. ಆದ್ರೆ ಅಪೊಲ್ಲೋಸನಿಗೆ ನಾನು ಕಲಿಸುವಂತವನು ಹೇಗೆ ಕುಟುಂಬದೊಟ್ಟಿಗೆ ಕಲಿಯಬೇಕೆಂಬ ಈಗೋ ಇರಲಿಲ್ಲ. ಆ ಕುಟುಂಬದೊಟ್ಟಿಗೆ ಸೇರಿ ಸರಿಯಾಗಿ ಕಲಿತುಕೊಂಡು അവൻ തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യമുള്ളവനായിരുന്നു. ಅವನು ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಸಾಮರ್ಥ್ಯವುಳ್ಳವನು. ഇതെല്ലാം വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാ പോകുന്നത് കേട്ടോ. ಇದೆಲ್ಲವನ್ನೂ ಸಹ ವಿವರಿಸುವಂತಹ ವಿಷಯಗಳು. ಆದ್ರೆ ನಾನು ಬಹಳ ವೇಗವಾಗಿ ಹೋಗ್ತಾ ಇದ್ದೇನೆ. നമ്മുടെ സൂപ്പർ ട്രെയിൻ പോകുന്ന പോലെ പോവുകയാണ്. ನಾನು ಸೂಪರ್ ಟ್ರೈನ್ ಹೋಗುವ ಹಾಗೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾ ദൈവദാസന്മാരാണ്. ഈ കാര്യങ്ങൾ ഒരു അല്പം കാര്യം കിട്ടിയാൽ നിങ്ങൾ ബാക്കി മനസ്സിലാക്കിക്കോ. ದೇವರ ಸೇವಕರಾಗಿರೋದ್ರಿಂದ ನಮಗೆ ಸ್ವಲ್ಪ ಸಿಕ್ಕಿದ್ರೆ ಸಾಕು, ಎಲ್ಲ ಅರ್ಥವಾಗ್ತದೆ. അപ്പല്ലോസ് തിരുവെഴുത്തുകളിൽ സാമർത്ഥ്യമുള്ളവനായിരുന്നു. ಅಪೊಲ್ಲೋಸನು ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿದ್ದನು. എന്താ തിരുവെഴുത്തുകളിൽ സാമರ್ಥ്യം എന്ന് പറഞ്ഞാൽ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಸಾಮರ್ಥ್ಯನು ഉപദേശ നിശ്ചയവും വചന നിശ്ചയവും ഉണ്ടായിരുന്നു. ಉಪದೇಶದಲ್ಲಿಯೂ ಮತ್ತು ವಾಕ್ಯದಲ್ಲಿಯೂ ನಿಶ್ಚಯನಾಗಿದ್ದನು. എന്താ വ്യത്യാസം? ಏನು ವ್ಯತ್ಯಾಸ? നമ്മൾ പറയും യേശു ക്രിസ്തു ദൈവമാണ്. ನಾವು ಹೇಳ್ತೇವೆ ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ದಾನೆ. അതാ ഉപദേശം. ಅದು ಉಪದೇಶ. വചന നിശ്ചയം ಜನ ನಿಶ್ಚಯ. യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರೆಂಬುದಾಗಿ ಹೇಳುವಂತಹ ವಾಕ್ಯಗಳು ಎಲ್ಲೆಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಾಗಬೇಕು. മനസ്സിലായില്ലേ? ಅರ್ಥ ಆಯ್ತಾ? അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ಇಲ್ದಿದ್ರೆ ತಪ್ಪಿ ಹೋಗ್ತೇವೆ. ഉപദേശം അറിയാം, വചനം അറിയത്തില്ലെങ്കിൽ പിന്നെ എവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. ಉಪದೇಶ ಗೊತ್ತಿದೆ, ಅದು ವಚನ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ കർത്താവിന്റെ ദാസന്മാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ಕರ್ತನ ದಾಸರಿಗೆ ಗೊತ್ತಿರಬೇಕು. നാം പഠിച്ചിരിക്കുന്ന ഉപദേശം, നാം വിശ്വസിക്കുന്ന ഉപദേശം ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. ನಾವು ಕಲಿತಂತ ಉಪದೇಶ, ನಾವು ತಿಳಿದಂತ ಉಪದೇಶ ಯಾವ ವಾಕ್ಯಕ್ಕೆ ಅನುಸಾರವಾಗಿದೆ ಎಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಿರಬೇಕು. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ 2-3 ചോദ്യം ചോദിച്ചേനെ. ಸಮಯ ಇಲ್ಲದಿರೋದ್ರಿಂದ 2-3 ಪ್ರಶ್ನೆಗಳನ್ನು ಕೇಳ್ತಾ ಇದ್ದೀವಿ. ചോദ്യം ചോദിച്ചാൽ നിങ്ങളും വിഷമിക്കും, നമ്മുടെ സമയവും പോകും. ನೀವು ಪ್ರಶ್ನೆ ಕೇಳಿದ್ರೆ ನಿಮಗೂ ಕೂಡ ಬೇಜಾರಾಗ್ತದೆ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ മിനിമം 4 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಕಡೆಯ ಪಕ್ಷ 4 ವಚನಗಳನ್ನಾದ್ರೂ ನಾವು ದೇವರ ವಾಕ್ಯದಲ್ಲಿ അവൻ സത്യദൈവമാണ്. ಆದ್ರೆ ಸತ್ಯ ದೇವರಾಗಿದ್ದಾನೆ. അവൻ മഹാദൈവമാണ്. ಆದ್ರೆ ಮಹಾದೇವರಾಗಿದ್ದಾನೆ. സകല ദേവന്മാരെക്കാളും മീതെ മഹാദൈവമാണ്. ಆದ್ರೆ ಸಕಲಕ್ಕಿಂತಲೂ ಸಹ ಆದ್ರೆ ಮಹಾದೇವರಾಗಿದ್ದಾನೆ. യേശു ಕ್ರಿസ്തു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದ್ದಾನೆ, ನಾನು ದೇವರೆಂಬುದಾಗಿ പറഞ്ഞിട്ടുണ്ട്. ಹೇಳಿದ್ದಾನೆ. പിതാവായ ദൈവം പറഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തു ദൈവമാണെന്ന്? ದೇವರು ಹೇಳಿದ್ದಾನೆ ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರೆಂಬುದಾಗಿ. എബ്രായ ലേഖനം പോയി 1-ാം അധ്യായം വായിക്കണം. ഇവರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ ಓದ್ರಿ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പിതാവായ ദൈവം പറയാൻ, ദൈവമേ, ആരെയാ വിളിക്കുന്നത്? ദൈവമേ, യേശു ക്രിസ്തുവിനെ. ಇವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ತಂದೆಯಾದ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ದೇವರೇ ಎಂಬುದಾಗಿ ಯಾರ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಿನ್ನ ಸಿಂಹಾಸನವು ನಿತ್ಯ ಕಾಲಕ್ಕಿರುವಂತದ್ದು. ആരാ പറയുന്നത്? ಯಾರು ಹೇಳ್ತಾ ಇದ್ದಾರೆ? പിതാവായ ദൈവം പുത്രനായ ದೇವರ ಪುತ್ರನಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. അപ്പോൾ തിരുവെഴുത്തുകളിൽ വചന നിശ്ചയവും ഉപദേശ നിശ്ചയവും വേണം. ಆದ್ರಿಂದ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಉಪದೇಶ ನಿಶ್ಚಯವೂ ವಚನ ನಿಶ್ಚಯವೂ ಬೇಕು. അവൻ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നവനായിരുന്നു. ಆತನು ಶಕ್ತಿಯನ್ನು ಪ್ರಸಂಗಿಸ್ತಾ ಇದ್ದನು. എന്താ ഈ പ്രാഗൽഭ്യത്തിന്റെ ನಿಶ್ಚಯದಲ್ಲಿ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಏನಿದು? രണ്ടാഴ്ച ആരാധനയ്ക്ക് വരാതിരുന്നിട്ട് 3-ാമത്തെ ആഴ്ച വന്നിട്ട് പറയും, ഇന്ന് ഇവിടെയുള്ള ജീവജനത്തോടുകൂടെ കർത്തൃമേശ എടുക്കാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ನಾ 2 ವಾರ ಆರಾಧನೆಗೆ ಬರೋದಿಲ್ಲ, 3ನೇ ವಾರ ಬಂದು ಎದುರು ನಿಂತ್ಕೊಂಡು ಹೇಳ್ತಾರೆ, 2 ವಾರ ನನಗೆ ಆರಾಧನೆಗೆ ಬರಲಿಲ್ಲ, ಈ ದಿನ ಬಂದು ನಾನು ದೇವರ ಕರ್ತನ ಮೇಜಿನಲ್ಲಿ ತೆಗೆದುಕೊಳ್ಳಲಿಕ್ಕೆ ನನಗೆ ಆ ಒಂದು ಅಧಿಕಾರ ಇದೆ. പ്രിയപ്പെട്ടവരെ, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ എന്താ? ಪ್ರಿಯರಾದವರೇ, ಅಧಿಕಾರದಲ್ಲಿ ಪ್ರಸಂಗಿಸುವಂತದಂದ್ರೆ ಏನು? വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിനക്ക് പ്രാഗൽഭ്യമുണ്ട്. ಅಧಿಕಾರದಿಂದ ಪ್ರಸಂಗ ಮಾಡುದಂದ್ರೆ ನಿನ್ನ ಹೃದಯ ನಿನ್ನನ್ನೇ ದೋಷ ಎಂಬುದಾಗಿ ಹೇಳದೇ ಇದ್ರೆ ಅದು ಪ್ರಾಕಲ್ಪದ ಅಧಿಕಾರ ಎಂಬುದಾಗಿ. അപ്പൊ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ആ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അതുപോലെ ജീവിച്ചില്ലെങ്കിൽ എനിക്ക് പ്രാഗൽഭ്യമില്ല. ಒಂದು ವೇಳೆ ನಾನು ಇಲ್ಲಿ ನಿಂತುಕೊಂಡು ಏನಾದ್ರೂ ಹೇಳಿ ನಿಮಗೋಸ್ಕರವಾಗಿ ಹೇಳಿ ಆ ವಿಷಯಗಳನ್ನು ನಾನು ಮಾಡದೇ ಇದ್ದರೆ ನನಗೆ ಆ ಒಂದು ವಿಷಯದಲ್ಲಿ ಅಧಿಕಾರ ಇಲ್ಲ.
മനസ്സിലായില്ലേ? ಅರ್ಥ ಆಯ್ತಾ? പ്രാഗൽഭ്യം ഇല്ലെങ്കിൽ എന്തോ ചെയ്യണം? ನಿಶ್ಚಯ ಇಲ್ಲದಿದ್ರೆ ಅಧಿಕಾರ ಇಲ್ಲ ಅಂದ್ರೆ ಏನ್ ಮಾಡ್ಬೇಕು? എന്റെ ജ്യേഷ്ഠൻ ഒരു സുശേഷന, നിങ്ങളെ പോലെ പൂർണ്ണ സമയ സുശേഷൻ. ನನ್ನ ಅಣ್ಣನು ಕೂಡ ನಿಮ್ಮ ಹಾಗೆ ಒಬ್ಬ ಪೂರ್ಣಾವಧಿ ಸೇವಕರಾಗಿದ್ದಾರೆ. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, ಅವ್ರು ನನ್ನ ಬಳಿಯಲ್ಲಿ ಹೇಳ್ತಾರೆ, പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെന്തോ പ്രസംഗിക്കണമെന്ന് അറിയാമോ? ಪ್ರಸಂಗಿಸುವಂತದ್ದನ್ನ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದೇ ಇದ್ರೆ ಇನ್ನೇನು ಪ್ರಸಂಗ ಮಾಡಬೇಕು? ദൈവത്തിന്റെ കൃപയെ കുറിച്ച്, ದೇವರ ಕೃಪೆ ಕುರಿತಾಗಿ, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, ದೇವರ ಪ್ರೀತಿಯ ಕುರಿತಾಗಿ, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച്, ದೇವರ ಮಹಿಮೆಯ ಕುರಿತಾಗಿ അത് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെ കുറ്റം വിധിക്കത്തില്ലല്ലോ. ನಾವು ಅದನ್ನು ಮಾತ್ರ ಪ್ರಸಂಗ ಮಾಡೋಣ, ಆ ಕಾರ್ಯಗಳನ್ನು ಹೇಳಿದ್ರೆ ನಮ್ಮ ಹೃದಯ ನಮ್ಮನ್ನು ದೋಷಿ ಎಂಬುದಾಗಿ ಹೇಳೋದಿಲ್ವಲ್ಲ. പ്രിയപ്പെട്ടവരെ, നാം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിരിക്കും. ಬೇರಾದವರೇ, ನಾವು ನಿಶ್ಚಯದೊಡನೆ ಪ್ರಸಂಗಿಸಬೇಕಾದ್ರೆ ನಾವು ಪ್ರಸಂಗಿಸುವಂತಹ ಹೃದಯದಲ್ಲಿ ನಮಗೆ ದೋಷ ಎಂಬಂತಹ ಒಂದು ವಿಷಯ ಇಲ್ಲದಿದ್ರೆ ನಾವು ಅಧಿಕಾರದಿಂದ ಪ್ರಸಂಗ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. അഞ്ചാമത് അവന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്, 5ನೇ ಸ್ವಭಾವದ ಕುರಿತಾಗಿ ನೋಡ್ತೇವೆ. അവൻ സൂക്ഷ്മമായി ഉപദേശിക്കാം. 18-25 ಸೂಕ್ಷ್ಮವುಳ್ಳವನಾಗಿ ವಾಕ್ಯಗಳನ್ನು ಕಲಿತಂತವನಾಗಿದ್ದನು. പ്രിയപ്പെട്ടവരെ, നാം പ്രസംഗിക്കുമ്പോൾ സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. ಪ್ರಿಯರಾದವರೇ, ನಾವು ಪ್ರಸಂಗಿಸುವಂತಹ ಸಮಯದಲ್ಲಿ ಸೂಕ್ಷ್ಮವಾಗಿ ಉಪದೇಶಿಸುವಂತವರಾಗಿರಬೇಕು. അപ്പല്ലോസ് ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. ಅಪೊಲ್ಲೋಸನು ಆತ್ಮದಲ್ಲಿ ಆಸಕ್ತಿ ಉಳ್ಳವನಾಗಿದ್ದ. അവൻ സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കും. ಅವನು ಸೂಕ್ಷ್ಮವಾಗಿ ಪ್ರಸಂಗ ಮಾಡ್ತಂತನು. നിങ്ങൾ സൂക്ഷ്മമായി ഉപദേശിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യാറുണ്ടോ? ನೀವು ಸೂಕ್ಷ್ಮವಾಗಿ ಉಪದೇಶವನ್ನು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇದ್ದೀರೋ? ഞാനൊരു ഉദാഹരണം പറയാം. ಒಂದು ಉದಾಹರಣೆ ಹೇಳ್ತೀನಿ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 17ನೇ ಅಧ್ಯಾಯ 1ನೇ ವಚನ ಅಂತ ಇದೆ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 17ನೇ ಅಧ್ಯಾಯದ 11ನೇ ವಚನ. ಅಪೊಸ್ತಲ ಕೃತ್ಯ 17ನೇ ಅಧ್ಯಾಯ 11ನೇ ವಚನ. ಆ ಸಭೆಯವರು ಥೆಸಲೋನಿಕದವರಿಗಿಂತ ಸದ್ಗುಣವುಳ್ಳವರಾಗಿದ್ದು ದೇವರ ವಾಕ್ಯವನ್ನು ಶುದ್ಧ ಮನಸ್ಸಿನಿಂದ ಅಂಗೀಕರಿಸಿ ಇವರು ಹೇಳುವ ಮಾತು ಹೌದೋ ಏನೋ ಎಂಬ ವಿಷಯದಲ್ಲಿ ಪ್ರತಿದಿನವೂ ಶಾಸ್ತ್ರ ಯಂತ್ರಗಳನ್ನು ಶೋಧಿಸುತ್ತಿದ್ದರು. ആ 10-ാമത്തെ വാക്യം ആ സ്ഥലം ഏതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 10ನೇ ವಚನದಲ್ಲಿ ಆ ಸ್ಥಳ ಯಾವುದೆಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. ബെരോവ. ಬೆರೋಯ ಸಭೆಯವರು. അപ്പൊ ഇത് സാധാരണ നമ്മൾ എങ്ങനെയാ പ്രസംഗിക്കുന്നത്? ಈ ಸಾಧಾರಣವಾಗಿ ಈ ವಿಷಯವನ್ನು ಹೇಗೆ ബെരോവയിലുള്ള വിശ്വാസികൾ തെസലോനിക്കയുള്ള വിശ്വാസിയെക്കാളും ഉത്തമന്മാരായിരുന്നു. ಬೆರಿಯದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳು ಥೆಸಲೋನಿಕದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳಿಗಿಂತಲೂ ಉತ್ತಮರಾಗಿದ್ದರು. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ನಾವು ಆ ರೀತಿಯಾಗೆಲ್ಲ ಕಲಿಸೋದು. അതാണ് സൂക്ഷ്മമായി പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ಅದನ್ನೇ ಸೂಕ್ಷ್ಮವಾಗಿ അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ಆ ರೀತಿಯಾಗಿ ಅಲ್ಲ ಹೇಳಿದ್ದು. ബെരോവയിലെ വിശ്വാസികൾ തെസലോനിക്കയിലെ വിശ്വാസിയേക്കാൾ ഉത്തമന്മാരല്ല ആണ് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ಬೆರೆಯದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳು ಥೆಸಲೋನಿಕದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳಿಗಿಂತ ಉತ್ತಮರು ಅಲ್ಲವೆಂಬುದಾಗಿ ಅಲ್ಲ ಹೇಳಿದ್ದು. അല്ല, ഞാൻ പറയുന്ന ഒന്നുകൂടെ പറയാം, ഞാൻ ശ്രദ്ധിച്ചോണം, നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ബെരോവയിലുള്ള വിശ്വാസികൾ തെസലോനിക്കയിലുള്ള വിശ്വാസിയേക്കാൾ ഉത്തമന്മാരാണ് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ಅಲ್ಲಿ ಬೆರೆಯದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳು ಥೆಸಲೋನಿಕದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳಿಗಿಂತ ಉತ್ತಮರು ಉತ್ತಮರು ಎಂಬುದಾಗಿ ಅಲ್ಲ ಅಲ್ಲಿ ಹೇಳಿದ್ದು. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? ಅಲ್ಲೇನು ಹೇಳಿದೆ ಗೊತ್ತಾ? അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കയിലേക്ക് യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಥೆಸಲೋನಿಕದಲ್ಲಿ ಯಹೂದ್ಯರಿಗೆ ಹೇಳಿ ಹೋದನು. യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചു. ಯಹೂದ್ಯರ ಆ ಒಂದು ದೇವಾಲಯದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಿದನು. ആ യഹൂദന്മാരുടെ പള്ളിയിലുള്ളവർ ഭ്രാന്തന്മാരായി ഇവരെ പിടിച്ച് അടിച്ചു, ഉപദ്രവിച്ചു, ഓടിച്ചു വിട്ടു. ಅಲ್ಲಿ ಆ ಯಹೂದ್ಯರ ಒಂದು ಸಭಾಮಂದಿರದಲ್ಲಿ ಕೆಲವು ಹುಚ್ಚರು ಇವರನ್ನು ಹಿಡಿದು ಹೊಡೆದು ಓಡಿಸಿದ್ರು. അവർ ബെരോവയിലെ പോയി യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു. ಅಲ್ಲಿ ಅವರು ಬೆರೋಯಕ್ಕೆ ಹೋಗಿ ಯಹೂದ್ಯರ ಸಭಾಮಂದಿರದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಿದ್ರು. ബെരോവയിലുള്ള യഹൂദന്മാരുടെ പള്ളിയിലെ യഹൂദന്മാർ തെസലോനിക്കയിലുള്ള യഹൂദന്മാരുടെ പള്ളിയിലുള്ള യഹൂദന്മാരെക്കാളും ഉത്തമന്മാരാണ്. ಆದ್ರೆ ಬೆರೋಯದಲ್ಲಿದ್ದಂತಹ ಬೆರೋಯದ ಸಭಾಮಂದಿರದಲ್ಲಿದ್ದಂತಹ ಯಹೂದ್ಯರು ಥೆಸಲೋನಿಕದಲ್ಲಿದ್ದಂತಹ ಯಹೂದ್ಯರಿಗಿಂತಲೂ ಕೂಡ ಉತ್ತಮರಾಗಿದ್ದರು. ആ യഹൂദന്മാർ കേൾക്കുക മാത്രമല്ല, വചനം പരിശോധിച്ച് നോക്കി ശരിയെന്ന് കണ്ട് അവർ വിശ്വാസികളായി. ಆ ಯಹೂದ್ಯರು ಕೇವಲ ಕೇಳುವಂತವರು ಮಾತ್ರವೇ ಅಲ್ಲ, ಇದು ಸರಿಯೋ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಹುಡುಕಿ ಪರಿಶೀಲಿಸ್ತಾ ಇದ್ರು. മനസ്സിലായോ? ಅರ್ಥ ಆಯ್ತಾ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ನೀವು ಒಪ್ತಾ ಇದ್ದೀರಾ? ബെരോവയിലെ പള്ളിയിൽ പോയി യഹൂദന്മാരോട് പ്രസംഗിച്ചപ്പോൾ അവർ വചനം പരിശോധിച്ചു. ಆ ಬೆರೋಯದಲ್ಲಿ ಇದ್ದಂತಹ ಆ ಒಂದು ದೇವಾಲಯಕ್ಕೆ ಸಭಾಮಂದಿರಕ್ಕೆ ಹೋಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಹಂಚಿದಾಗ ಅವರು ದೇವರ ವಾಕ್ಯವನ್ನು ಪರಿಶೀಲಿಸಿ വേദപുസ്തകം സൂക്ഷ്മമായി പരിശോധിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറയും. ಆದ್ರಿಂದ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಸೂಕ್ಷ್ಮವಾಗಿ ಪರಿಶೀಲಿಸದೇ ಇದ್ರೆ ನಾವು ಅಲ್ಲಿ ತಪ್ಪಿ ಹೋಗ್ತೀವಿ. അതുപോലെ തന്നെ ഈ കിരീടങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ಅದೇ ರೀತಿಯಾಗಿ ಕಿರೀಟಗಳ ಕುರಿತಾಗಿ ಕಲಿಸುವಾಗಲೂ ಕೂಡ ಒಂದು ವಿಷಯವನ್ನು ಗಮನಿಸಿದ್ದೇನೆ. കിരീടങ്ങൾ പറയുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ 9-ാം അധ്യായത്തിലാണ് പറയുന്നത്. പല കിരീടങ്ങൾ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് വാടാത്ത കിരീടം. ಅಲ್ಲಿ ಕಿರೀಟಗಳ ಕುರಿತಾಗಿ ಹೇಳುವಂತಹ ಸಮಯದಲ್ಲಿ ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ 9ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಒಂದು ಕಿರೀಟದ ಕುರಿತಾಗಿ ಹೇಳಿದೆ, ಬಾಡಿ ಹೋಗದ
ജയമാലിക്ക്. അവിടെ പറയുന്ന വാടാത്ത കിരീടം. അപ്പോ കിരീടം പഠിപ്പിക്കുന്നവർ ഒന്നാമത്തെ കിരീടം വാടാത്ത കിരീടം. ಅಲ್ಲಿ ಕಿರೀಟವನ್ನು ಕಲಿಸುವಂತ ಸಮಯದಲ್ಲಿ ಹೇಳುವಂತವರಾಗಿದ್ದಾರೆ, ಮೊದಲನೇ ಕಿರೀಟ ಬಾಡದೇ ಇರುವಂತ ಕಿರೀಟ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ಪ್ರಿಯರಾದವರೇ, ಅಲ್ಲಿ ಹಾಗೆ ಅಲ್ಲ ಹೇಳಿದ್ದು. ആ കാലത്ത് ഓടിയിട്ട് വരുന്നവര്, ഓട്ടത്തിലും മത്സരത്തിലും വരുന്നവർക്ക് ഒരു കിരീടം കിട്ടും. അത് ഇല കൊണ്ട് ഉള്ള കിരീടം അവരുടെ തലയിൽ വെക്കും. ಆ ಸಮಯದಲ್ಲಿ ಆ ಒಂದು ಓಟದಲ್ಲಿ ಗೆದ್ದು ಬಂದವರಿಗೆ, ಆ ಪಂದ್ಯದಲ್ಲಿ ಗೆದ್ದು ಬಂದವರಿಗೆ ಒಂದು ಕಿರೀಟ ಸಿಗ್ತಾ ಇತ್ತು. ಅದು ಎಲೆಗಳಿಂದ ಮಾಡಲ್ಪಟ್ಟಂತ ಕಿರೀಟ. ആ കിരീടം വാടിപ്പോവും. ಆ ಕಿರೀಟ ಬಾಡಿ ಹೋಗ್ತದೆ. നമുക്ക് കിട്ടുന്ന കിരീടം വാടാത്ത കിരീടമാണ്. ಆದ್ರೆ ನಮಗೆ ಸಿಗುವಂತಹ ಕಿರೀಟ ಬಾಡದೇ ಇರುವ ಕಿರೀಟ. നമുക്ക് കിട്ടുന്ന കിരീടത്തിന്റെ സ്വഭാവ വിശേഷതയാണ് അത് വാടുകയില്ല എന്നുള്ളത്. ನಮಗೆ ಸಿಗುವಂತಹ ಕಿರೀಟದ ಜಯಮಾಲಿಕ ವಿಶೇಷತೆ ಏನಂದ್ರೆ, കാരണം നമുക്ക് ജീവന്റെ കിരീടം കിട്ടും. ಯಾಕೆಂದ್ರೆ ನಮಗೆ ಜೀವಕರವಾದ തേജസ്സിന്റെ കിരീടങ്ങളുണ്ട്. ಕಿರೀಟ ಇದೆ. അങ്ങനെയുള്ള പല കിരീടങ്ങളുണ്ട്. ಆ ರೀತಿಯಾಗಿ ಅನೇಕ ಕಿರೀಟಗಳು. ആ കിരീടങ്ങളൊന്നും വാടിപ്പോകുന്നതല്ല. ಆ ಕಿರೀಟಗಳು ಯಾವ ಬಾಡಿ ಹೋಗೋದಿಲ್ಲ. അല്ലാതെ വാടാത്ത കിരീടം എന്ന് പറഞ്ഞ ഒരു കിരീടം നമുക്കില്ല. ಬಾಡದೇ ಇರುವಂತಹ ಕಿರೀಟ ಎಂಬುದಾಗಿರುವಂತಹ ಕಿರೀಟ നമുക്ക് കിട്ടുന്ന കിരീടം വാടാത്തതാണ്. ನಮಗೆ ಸಿಗುವಂತ ಕಿರೀಟ ಬಾಡದೇ ಇರುವಂತದ್ದು. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ಅದೇ ಮುಖ್ಯವಾದ ವಿಷಯ. മറ്റൊരു കാര്യം പറയുന്നത് 27-ാം വാക്യം 18 അപ്പോസ്തല പ്രവൃത്തികൾ 18:27 അവൻ 27ನೇ ವಚನ, ಅವನು അപ്പല്ലോസ് ദൈവകൃപയിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നവനായിരുന്നു. ಅವನು ದೇವರ ಕೃಪೆಯಲ್ಲಿ ನಂಬುವಂತವರಿಗೆ ಬಹಳ ಪ್ರಯೋಜನಕಾರಿಯಾಗಿದ್ದನು. ദൈവകൃപയിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നു. ದೇವ ಕೃಪೆಯಲ್ಲಿ ವಿಶ್ವಾಸವಂತವರಿಗೆ ಬಹಳ ಪ್ರಯೋಜನವಾಗಿದ್ದನು. നമ്മൾ ദൈവ വിശ്വാസികൾക്ക് പ്രയോജനപ്പെടുന്നവരായിരിക്കും. ದೇವರ ವಿಶ್ವಾಸಿಗಳಿಗೆ ಪ್ರಯೋಜನವುಳ್ಳವರಾಗಿರಬೇಕು. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ಕೊನೆಯದಾಗಿ ಒಂದು ಮಾತನ್ನು ಹೇಳಿ ನಾನು ಮುಗಿಸ್ತೇನೆ. 18-28 വാക്യം 28ನೇ ವಚನ. ആത്മാവിൽ എരിവുള്ളവനായിരുന്ന അപ്പല്ലോസ് ಆತ್ಮನಲ್ಲಿ ಆಸಕ್ತಿ ಉಳ್ಳಂತ ಅಪೊಲ್ಲೋಸನು യേശു തന്നെ ക്രിസ്തു എന്നവൻ തിരുവെഴുത്തുകളാൽ ಯೇಸುವೇ ಕ್ರಿಸ್ತನೆಂಬುದಾಗಿ ಆತನ ದೇವರ ವಾಕ್ಯದಿಂದ പ്രിയപ്പെട്ടവരെ, യേശു ആരാന്ന് പലർക്കും അറിയില്ല കേട്ടോ. ಯೇಸು ಯಾರೆಂಬುದಾಗಿ ಕೆಲವರಿಗೆ ಗೊತ್ತಿಲ್ಲ. വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ ശിഷ്യന്മാരെ വിളിച്ചു. ಧನ್ಯನಾದ ಕರ್ತನು ಭೂಮಿಯಲ್ಲಿರುವಾಗ ಒಂದು ಸಾರಿ ಶಿಷ್ಯರನ್ನು ಕರೆದನು. ആ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ಆ ಶಿಷ್ಯರಿಗೆ ಕೇಳ್ತಾನೆ, ಜನರು ಮನುಷ್ಯಕುಮಾರನನ್ನು ಯಾರೆಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുക, എന്നെ പറ്റി അവരെന്തോ പറയുന്നത്, ഞാൻ ആരാ? ಯೇಸು ಕ್ರಿಸ್ತ ಶಿಷ್ಯರಿಗೆ ಕೇಳ್ತಾನೆ, ಶಿಷ್ಯರೇ ಅವರು ನನ್ನ ಕುರಿತಾಗಿ ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಾರೆ, ಆದ್ರೆ ನಾನು ಯಾರು? അപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, ಶಿಷ್ಯರು ಹೇಳಿದರು, പുരുഷാരൻ നിന്നെ കുറിച്ച് പറയുന്നു, നീ യോഹന്നാൻ സ്നാപകനാ. ಜನರು ನಿನ್ನ ಕುರಿತಾಗಿ ಹೇಳ್ತಾರೆ, ನೀನು ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು. മറ്റു ചിലർ പറയുന്നു, നീ ഏലിയാവാണ്. ಇನ್ನು ಕೆಲವರು ಹೇಳ್ತಾರೆ, ನೀನು ಎಲೀಯನು. മറ്റു ചിലർ പറയുന്നു, നീ ഇരമ്യാവാണ്. ಇನ್ನು ಕೆಲವರು ಹೇಳ್ತಾರೆ, ನೀನು ಯೆರೆಮೀಯನು. മറ്റു ചിലർ പറയുന്നു, അവൻ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. ಇನ್ನು ಕೆಲವರು ಹೇಳ್ತಾರೆ, ಅವನು ಪುರಾತನ ಪ್ರವಾದಿಗಳಲ್ಲಿ ಒಬ್ಬನಾಗಿದ್ದಾನೆ. എത്ര ദിവസം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന? ಎಷ್ಟು ದಿನ ಯೇಸು ಕ್ರಿಸ್ತನ ಜೊತೆಯಲ್ಲಿದ್ರು? എത്ര ദിവസം യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്? ಯೇಸು ಕ್ರಿಸ್ತನ ಅದ್ಭುತಗಳನ್ನು, ಆ ಸೂಚಕಗಳನ್ನು എത്ര പ്രാവശ്യം യേശു ക്രിസ്തു അവരെ ഉപദേശിച്ചതാ? ಎಷ್ಟು ಸಮಯ ಯೇಸು ಕ್ರಿಸ್ತನವರಿಗೆ ಉಪದೇಶ ಮಾಡಿದ್ದಾನೆ. എന്നിട്ടും അറിയത്തില്ല യേശു ക്രിസ്തു ആരാണ്. ಆದ್ರೂ ಗೊತ್ತಾಗಿಲ್ಲ ಯೇಸು ಕ್ರಿಸ್ತನು ಯಾರೆಂಬುದಾಗಿ. നമ്മൾ പലരും അങ്ങനെയാണ്. ನಮ್ಮಲ್ಲಿ ಕೆಲವರು ಹಾಗೆ, വിശേഷാൽ ക്രിസ്ത്യാനികൾ. ವಿಶೇಷ ಕ್ರಿಸ್ತರು. യേശുവിനെ അറിയാതെ ബേത്ലഹേമിൽ ജനിച്ച കുഞ്ഞ് ഇൻഫന്റ് ജീസസ്. ಯೇಸುವನ್ನು ಹೇಗೆ ಕೊಟ್ಟಿದೆ ಅಂದ್ರೆ, ಬೆತ್ಲೆಹೇಮಿನಲ್ಲಿ ಜನಿಸಿದಂತ ಇನ್ಫೆಂಟ್ ಜೀಸಸ್. അത് കൂടുതലും ഡിസംബർ 25-ാം തീയതി ഓർക്കും. ಅದಕ್ಕೆ ಹೆಚ್ಚಾಗಿ ಡಿಸೆಂಬರ್ 25 ಹೆಚ್ಚಾಗಿದ್ದ. പിന്നെ യേശു ക്രിസ്തുവിനെ അറിയാതെ കാൽവരി ക്രൂശിൽ ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തു, അത് ഈസ്റ്ററിനും അറിയാം. ಇನ್ನೂ ಕೆಲವರಿಗೆ ಗೊತ್ತಿದೆ, ಒಂದು ಮನೆಗಳ ಮೇಲೆ ತೂಗು ಹಾಕಲ್ಪಡುವಂತ ಯೇಸು ಕ್ರಿಸ್ತನು, ಅದು ಈಸ್ಟರ್ ಎಂಬುದಾಗಿ. ആരാണ് യേശു? ಯಾರು ಯೇಸು? കർത്താവ് പത്രോസ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಷ್ಯರಿಗೆ ಕೇಳ್ತಾನೆ, ನೀವು ನನ್ನನ್ನು ಯಾರೆನ್ನುತ್ತೀರಿ? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ಅಪೊಸ್ತಲನಾದ ಪೇತ್ರನು ಹೇಳ್ತಾನೆ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ನೀನು ಜೀವಸ್ವರೂಪನಾದ ದೇವರ ಮಗನಾದ ಕ್ರಿಸ್ತನು. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആയതല്ല, ಯೇಸು ಕ್ರಿಸ್ತನಾದದಲ್ಲ, ക്രിസ്തു യേശുവായി ജനിച്ചതാണ്. ಕ್ರಿಸ್ತನು ಯೇಸುವಾಗಿ ಜನಿಸಿದನು. അവന് പൂർവാസ്തിക്കുണ്ട്, പ്രീ എക്സിസ്റ്റൻസ്. ಆತನು ಪೂರ್ವದ ಅಸ್ತಿತ್ವದಲ್ಲಿದ್ದನು. അവന് നിത്യാസ്തിക്കുണ്ട്, അതായത് തുടക്കവും ഒടുക്കവും ഇല്ല. ಆತನು ನಿತ್ಯನಾಗಿದ್ದಾನೆ, ಅದರಲ್ಲಿ ಮುರಿಯುವಂತದ್ದು ಕೊನೆಯೂ ಇಲ್ಲ. അവന് സ്വയാസ്തിക്കുണ്ട്, സെൽഫ് എക്സിസ്റ്റൻസ്. ಆತನು ಸ್ವಾಸ್ತಿತ್ವವುಳ್ಳವನಾಗಿದ್ದಾನೆ. അവൻ ഉള്ളവനും എന്നും ഉള്ളവനാണ്. ಆತನು ಇರುವಂತವನು, ಎಂದೆಂದಿಗೂ ಇರುವಂತವನಾಗಿದ್ದಾನೆ. യേശു ജനിച്ചപ്പോൾ ദൂതന്മാര്, മാലാഖമാര്, ദൂതന്മാര് പറഞ്ഞത് എന്താണെന്നറിയാമോ? ಯೇಸು ಜನಿಸಿದಾಗ ದೂತರು ಏನ್ ಹೇಳಿದ್ರು ಗೊತ್ತಾ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്
ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതാ യേശു. ಅವರು ಹಾಡುವಂತ ಹಾಡೇನೆಂದ್ರೆ ಬೆತ್ಲೆಹೇಮಿನ ದಾವೀದನಲ್ಲಿ ಇಂದು ಕರ್ತನಾಗಿರುವ ಯೇಸುವು ನಿಮಗೋಸ್ಕರವಾಗಿ ಜನಿಸಿದ್ದಾನೆ. ആത്മാവിൽ എരിവുള്ളവനായിരുന്ന അപ്പല്ലോസിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ಆತ್ಮನಲ್ಲಿ ಉರಿಯುಳ್ಳಂತ ಅಪೊಲ್ಲೋಸನ ಲಕ್ಷಣಗಳನ್ನು ನಾವು ನೋಡಿದ್ದೇವೆ. അവന്റെ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചു. ಅವನು ಕರ್ತನ ಮಾರ್ಗದಲ್ಲಿ ಉಪದೇಶ ಸಿಕ್ಕಿದವನಾಗಿದ್ದನು. അവൻ ദൈവവചനം പഠിക്കുന്നവനായിരുന്നു. ಅವನು ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯುವಂತವನಾಗಿದ್ದನು. തിരുവചനങ്ങളിൽ സാമർത്ഥ്യമുള്ളവനായിരുന്നു. ಅವನು ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿದ್ದನು. പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നവനായിരുന്നു. ಅಧಿಕಾರದೊಂದಿಗೆ ಮಾತನಾಡುತ್ತಾ ಇದ್ದನು. സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവനായിരുന്നു. ಸೂಕ್ಷ್ಮವಾಗಿ ಪ್ರಸಂಗವನ್ನು ಉಪದೇಶವನ್ನು ಮಾಡ್ತಾ ಇದ್ದನು. ദൈവകൃപയിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നവരായിരുന്നു. ಕೃಪೆಯಲ್ಲಿ ನಂಬುವಂತವರಿಗೆ ಬಹಳ ಪ್ರಯೋಜನಕಾರಿಯಾಗಿದ್ದನು. ആത്മാവിൽ എരിവുള്ളവനായി യേശു എന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊടുത്തു. ಆತ್ಮದಲ್ಲಿ ಆಸಕ್ತಿಯುಳ್ಳವನಾಗಿ ಯೇಸುವೇ ಕ್ರಿಸ್ತನೆಂದು ತಿಳಿಸಿಕೊಡುತ್ತಾನಾಗಿದ್ದ. പ്രിയപ്പെട്ടവരെ, 3 ദിവസമായിട്ട് YMF-ന്റെ ഈ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ಪ್ರಿಯರಾದವರೇ, 3 ದಿನಗಳಿಂದ YMF ನ ಈ ಕಾನ್ಫರೆನ್ಸ್ ನಡೀತಾ ಇದೆ. എന്തെങ്കിലും മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ട്? ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಏನಾದರೂ ಬದಲಾವಣೆ ಆಗಿದೆಯಾ? എന്തെങ്കിലും പ്രയോജനം നമ്മുടെ ഈ കോൺഫറൻസ് മുഖാന്തരം ഉണ്ട്? ಈ ಸಮ್ಮೇಳನದ ಮುಖಾಂತರವಾಗಿ ಏನಾದರೂ ಪ್ರಯೋಜನ ಆಗಿದೆಯಾ? നമ്മുടെ ശുശ്രൂഷയുടെ മേഖലകൾ തിരിയട്ടെ. ನಮ್ಮ ಸೇವೆಗಳ ಒಂದು ವಿಷಯಗಳು ಬದಲಾಗಲಿ. ദൈവം നിങ്ങളെ ധാരാളമായി അവന്റെ മഹത്വത്തിനായി ഉപയോഗിക്കട്ടെ. ದೇವರು ತಾನು ನಿಮ್ಮನ್ನು ಧಾರಾಳವಾಗಿ ಆತನ ಮಹಿಮೆಗೋಸ್ಕರವಾಗಿ വളരെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. ಬಹಳ ಅಧಿಕಾರದಿಂದ ನಾವು ಸೇವೆ ಮಾಡೋಣ. ഇന്നൊരു സമർപ്പണത്തോടു കൂടെ നമുക്ക് കടന്നു പോകാം. ನಾವು ಒಂದು ಸಮರ್ಪಣೆಯಿಂದ ಈ ರೀತಿಯಾದ ಸಮರ್ಪಣೆಯಿಂದ ನಾವು ಇಲ್ಲಿಂದ ಹೋಗೋಣ. 1 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എഴുത്ത് നിർത്തി ശ്രദ്ധിക്കുക. ಪ್ರಿಯರಾದವರೇ, ನಿಮ್ಮ ಬರವಣಿಗೆಯನ್ನು ನಿಲ್ಲಿಸಿ ದಯಮಾಡಿ ಗಮನಿಸಿ. ಒಂದು ಮಾತನ್ನು ಹೇಳಿ നമ്മൾ ഇവിടെ കടന്നു വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകണം. ನಾವಿಲ್ಲಿ ಬಂದದ್ರಿಂದ ನಮ್ಮ ಜೀವಿತಕ್ಕೆ ಒಂದು ಪ್ರಯೋಜನವಾಗಬೇಕು. 4 ദിവസമായിട്ട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. 4 ದಿನಗಳಿಂದ ಕೆಲವು ವಿಷಯಗಳನ್ನು ಹೇಳ್ತಾ ಇದ್ದೆ. സമർപ്പണത്തോടെ കർത്താവിനെ സേവിക്കണം. ಸಮರ್ಪಣೆಯಿಂದ ಕರ್ತನನ್ನು ಸೇವಿಸಬೇಕು. കൃപാവരത്തോടെ കർത്താവിനെ സേവിക്കണം. ಕೃಪಾವರದಿಂದ ಕರ್ತನನ್ನು ಸೇವಿಸಬೇಕು. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കണം. ಉತ್ಸಾಹದಲ್ಲಿ ಅಥವಾ ಜಾಗರೂಕತೆಯಲ್ಲಿ ಆಲಸ್ಯವಿಲ್ಲದೆ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ಆತ್ಮನಲ್ಲಿ ಉರಿಯುಳ್ಳವರಾಗಿ ಅಥವಾ ಆಸಕ್ತಿಯುಳ್ಳವರಾಗಿ ಸೇವಿಸಬೇಕು. ഒരു തീരുമാനമെടുത്ത് പോകാൻ കഴിയും. ಈ ಮಧ್ಯಾಹ್ನದ ವೇಳೆಯಲ್ಲಿ ಒಂದು ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡು ಹೋಗೋಣ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಮ್ಮನ್ನು ನಾವು ಸಮರ್ಪಿಸಿಕೊಳ್ಳೋಣ. 1 മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ನಮ್ಮ 1 ನಿಮಿಷ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚೋಣ. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ನಮ್ಮನ್ನು ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳೋಣ. കർത്താവേ, നീ ഞങ്ങളെ വിളിച്ചതാണ്. ಕರ್ತನೇ, ನಿನ್ನನ್ನು ಕರೆದಿದ್ದೀ. നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ വിളിച്ചു. ನಮ್ಮನ್ನು ನಿನ್ನ ಸೇವೆಗೋಸ್ಕರವಾಗಿ ಕರೆದಿದ್ದೀ. നിന്നെ ഭയത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ കൂടെ ഞങ്ങളെ തന്നെ ನಿನ್ನನ್ನು ಭಯದಿಂದ ಸೇವೆ ಮಾಡಲಿಕ್ಕಾಗುವಂತೆ ನಮಗೆ ಸಹಾಯ ಮಾಡು. നീ ഞങ്ങൾക്ക് നൽകുന്ന കൃപാവരത്തോടുകൂടെ നിന്നെ സേവിക്കുവാൻ സഹായിക്കണം. ನೀನು ನಮಗೆ ಕೊಡುವಂತ ಕೃಪಾ ವರದಿಂದ ನಾವು ಸೇವೆ ಮಾಡಲಿಕ್ಕಾಗುವಂತೆ ಸಹಾಯ ಮಾಡು. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ നിന്നെ സേവിക്കുക. ಜಾಗರೂಕತೆಯಲ್ಲಿ ಆಲಸ್ಯವಿಲ್ಲದೆ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ആത്മാവിൽ എരിവുള്ളവരായി തീരുവാൻ ಆತ್ಮನಲ್ಲಿ ಉರಿಯುಳ್ಳವರಾಗಲಿಕ್ಕಾಗುವಂತೆ ಸಹಾಯ ಮಾಡು. നമുക്കൊരു തീരുമാനമെടുക്കാം. ಈ ಮಧ್ಯಾಹ್ನದ ವೇಳೆಯಲ್ಲಿ ನಾವು ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ದೇವರ ಕೈಗಳಿಗೆ ನಮ್ಮನ್ನು ಸಮರ್ಪಿಸಿಕೊಳ್ಳೋಣ. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രയോജനമുള്ളവരായി തീരാം. ಕರ್ತನಲ್ಲಿ ನಂಬಿದಂತವರಿಗೆ ಪ್ರಯೋಜನವುಳ್ಳವರಾಗಿ തീരോಣ. ദിനം പ്രതി ദൈവവചനം പഠിക്കാം. ದಿನವೆಲ್ಲ ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯೋಣ. ഈ ദൈവവചനം നമ്മുടെ ആത്മാവിനെ ഒന്ന് കത്തിക്കട്ടെ. ಈ ವಾಕ್ಯಗಳು ನಮ್ಮ ಆತ್ಮನನ್ನು ಉರಿಸಲಿ. ആത്മാവിൽ നമുക്ക് എരിവുള്ളവരായി തീരാം. ಆತ್ಮನಲ್ಲಿ ಉರಿಯುಳ್ಳವರಾಗಿ ನಾವಿರೋಣ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഒരു ഭാരമുള്ളവരായി, ನಾಶವಾಗುವಂತ ಆತ್ಮಗಳ ಕುರಿತಾಗಿ ಭಾರವುಳ್ಳವರಾಗಿ, നമ്മുടെ സ്ഥലം സഭയിലെ വിശ്വാസികളെ കുറിച്ച് ഒരു ഭാരമുള്ളവരായി, ನಮ್ಮ ಸ್ಥಳೀಯ ಸಭೆಯ ವಿಶ್ವಾಸಿಗಳ ಕುರಿತಾಗಿ ಭಾರವಾಗಿರೋಣ. ദൈവത്തെ ഭയപ്പെടുവാൻ ശ്രമിക്കാം. ದೇವರಿಗೆ ಭಯಪಡುವಲಿಕ್ಕೆ ಪ್ರಯತ್ನಿಸೋಣ. ഭക്തിയോടും ഭയത്തോടും കൂടി നമുക്ക് സേവ ചെയ്യാം. ಭಕ್ತಿಯಿಂದ ಭಯದಿಂದ ನಾವು ಸೇವೆ ಮಾಡೋಣ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ചെയ്യാം. ನಮ್ಮ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಂದು ಸಮರ್ಪಣೆ ಮಾಡೋಣ. ജീവനും ഭക്തിയും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കാം. ಜೀವಗಳಂತ ಭಕ್ತಿಗಳಂತ ಪರಿಶುದ್ಧವಾದ ಜೀವಿತವಾಗಿ ಬಲಿಯಾಗಿ ನಾವು ಸಮರ್ಪಿಸೋಣ. ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. ಜೀವ ಯಜ್ಞವಾಗಿ ಸಮರ್ಪಿಸೋಣ. ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുക. ದೇವರಿಗಾಗಿ ಬಹಳ ಪ್ರಯೋಜನವಾಗಲಿಕ್ಕಾಗುವಂತೆ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക. ಪ್ರಿಯರಾದವರು, ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಒಂದು ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳಿ. ഇന്ന് നാം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ സന്തോഷത്തോടെ കടന്നു പോകും. ನಾವಿಲ್ಲಿಂದ ಹೋಗುವಾಗ ಸಂತೋಷದಿಂದ ಹೋಗೋಣ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുവാൻ, ದೇವರು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಮೆಚ್ಚಲಿಕ್ಕಾಗುವಂತೆ ഈ പഠനം മുഖാന്തരം സഹായിക്കട്ടെ. ಈ ಅಧ್ಯಯನದ ಮುಖಾಂತರವಾಗಿ ಸಹಾಯವಾಗಲಿ. ദൈവത്തിന്റെ വിലയേറിയ നാമം ದೇವರ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಮಹಿಮೆಯುಳ್ಳ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ശേഷാൽ ഒരു വാക്കുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ಮತ್ತೊಂದು ವಾಕ್ಯವನ್ನು ಸಹ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. YMF-ന്റെ കമ്മിറ്റി മെമ്പേഴ്സിനോടും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടും ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. YMF ನ ಕಮಿಟಿ ಮೆಂಬರ್ನವರೊಟ್ಟಿಗೂ ಮತ್ತು ಎಲ್ಲಾ ಜವಾಬ್ದಾರಿ ಸಹೋದರೊಟ್ಟಿಗೂ ನಮ್ಮ ಹೃದಯಪೂರ್ವಕವಾದ ವಂದನೆ ತಿಳಿಸ್ತೇವೆ. ഇവിടെ നടന്ന കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പലരെയും വിളിക്കാമായിരുന്നു. ಇಲ್ಲಿರುವಂತಹ ಕಾನ್ಫರೆನ್ಸ್ ನ ಸಂಬಂಧವಾಗಿ ನೀವು ಅನೇಕರನ್ನು ಕರೆದಿದ್ದೀರಿ. എളിയവരെ അതിനായി നിങ്ങൾ കരുതിയതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ಅನೇಕರನ್ನು ಕರೆಯಬಹುದಾಗಿತ್ತು, ಆದ್ರೆ ಅಲ್ಪರ ಅಂತ ನಮ್ಮನ್ನು ಇಲ್ಲಿ ಕರೆದಿದ್ದರಿಂದ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತೇವೆ ಮತ್ತು ನಿಮ್ಮನ್ನು ವಂದಿಸ್ತೇವೆ. കർത്താവ് ഒരുവോളം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾക്കനുസരിച്ച് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുക. ಕರ್ತನ ಬರುವವರೆಗೆ ಕರ್ತನ ನಮ್ಮನ್ನು ಇಟ್ಟಿರುವಂತಹ ಸ್ಥಳದಲ್ಲಿ ನಮ್ಮ ಕೃಪಾವರಗಳಿಗೆ ತಕ್ಕಂತೆ ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡೋಣ. ഞങ്ങളുടെ മടക്കയാത്രയെ ഓർത്തും പ്രാർത്ഥിച്ചാട്ടെ. ನಮ್ಮ ತಿರುಗಿ ಪ್ರಯಾಣಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. താങ്ക് യു. ಥ್ಯಾಂಕ್ ಯು.